ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. നമ്മൾ ഇന്ന് ഈ സന്ധ്യകളിൽ എല്ലാവരും വളരെ ശ്രദ്ധയോടിരിക്കണം. കാരണം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വചനം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അത് എന്താണെന്ന് ഗ്രഹിച്ച് നിങ്ങൾ തന്നെ അതിനകത്തൊരു സ്പിരിച്വൽ പിക്ചർ നിങ്ങളുടെ അകത്ത് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാകുന്ന നിലയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലെയും 15-ാം അധ്യായത്തിലും അതീവ രഹസ്യമായ ശ്രേഷ്ഠമായ കുറച്ചേറെ കാര്യങ്ങൾ ദൈവം ഹിഡനാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലെയിനായിട്ട് വായിച്ചാൽ എന്താ മനസ്സിലാന്ന് പറയട്ടെ. ആദ്യം പറയാൻ പോകും. പ്ലെയിനായിട്ട് വായിച്ചാൽ 14-ാം അധ്യായം നമ്മൾ പ്ലെയിനായിട്ട് വായിച്ചാൽ 4 ശക്തന്മാരായ രാജാക്കന്മാർ, നാട്ടുരാജാക്കന്മാർ 5 നാട്ടുരാജാക്കന്മാരുമായി യുദ്ധം ചെയ്തു. ഈ 5 നാട്ടുരാജ്യത്തിൽ ഉൾപ്പെട്ടതായിരുന്നു സോദോമും ഗോമോറയും മറ്റ് രാജ്യങ്ങൾ. ഈ സോദോം എന്ന് പറയുന്ന ആ നാട്ടുരാജ്യത്തിലാണ് അബ്രഹാമിന്റെ നെഫ്യൂ ആയ ലോത്തും കുടുംബവും താമസിക്കുന്നത്. അബ്രഹാമും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ ഭാഗമാണ് ആര്? ലോത്ത്. അപ്പൊ ലോത്ത് എന്ന് പറയുന്ന ആളെ പുതിയ നിയമം വിളിക്കുന്നത് നീതിമാനായ ലോത്ത് എന്നാണ്. അപ്പം ഈ മനുഷ്യനും ദൈവിക ഉടമ്പടിയുടെ ഭാഗമാണ്. ഇപ്പൊ ഇദ്ദേഹം സോദോം, ഇത് വളരെ ശ്രദ്ധിക്കണം, സോദോം ഗോമോറ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. അപ്പൊ ഈ 5 രാജാക്കന്മാർ യുദ്ധം ചെയ്തപ്പോൾ 4 രാജാക്കന്മാരോട് തോറ്റു. 4 രാജാക്കന്മാർ ഈ 5 രാജാക്കന്മാരെയും അവരുടെ ജനതയെയും സമ്പത്തിനെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് എങ്ങോട്ടാ പോകുന്നത് അറിയുമോ? നേരെ ദമ്മേശേക്ക് വഴി അങ്ങ് പോവാം. കാരണം ഇവർ ബാബിലോണിൽ നിന്ന് വന്നവരാണ്, സാധാരണക്കാരല്ല. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു വലിയ ചിത്രം ഇതുവരെ നിങ്ങൾ ഞാൻ ഇന്നുവരെ പ്രസംഗിച്ചിട്ടില്ല. ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു വലിയ ചിത്രം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരാൻ പോകും. കാരണം ഈ 2 അധ്യായത്തിനകത്ത് ദൈവത്തിന്റെ നിത്യമായ കുറെ പ്രോഗ്രാമുകൾ ദൈവ രഹസ്യമാക്കി വെച്ചിട്ടുണ്ട്. എങ്ങോട്ട് കൊണ്ടുപോയി ഇവരെ? ദമേശേക്ക് വഴി നേരെ മെസപ്പൊത്തോമിയ ഊർ ദേശത്തേക്ക്, നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞ് ഇറാഖ്, ഇറാൻ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാം. ഇവിടെ നിന്ന് പോവാം. ഈ പോകുന്ന വഴി ഇതറിഞ്ഞ അബ്രഹാം 318 അഭ്യാസികൾ, തന്റെ കുടുംബത്തിൽ പിറന്നു വീണ 318 ബാല്യക്കാരുമായി അവരൊക്കെ കയ്യിൽ എന്ത് കൊടുത്തു? വാള് കൊടുത്തു. ഇവരാരും അഭ്യാസികൾ നല്ല എഴുതിയേക്കുന്നത്, ഇവരെ വീട്ടിൽ പിറന്നവരെന്ന് എഴുതിയേക്കുന്നത്, വേലക്കാരാ. പക്ഷേ യുദ്ധം ചെയ്ത പരിചയമൊന്നും ഇവർക്ക് ഇല്ല. ശ്രദ്ധിക്കണം, യുദ്ധം ചെയ്ത പരിചയമില്ല. പക്ഷെ ഇവരെ യുദ്ധത്തിന് വിടുക, സാധാരണമായ യുദ്ധത്തിനല്ല. 5 രാജാക്കന്മാരെ തോൽപ്പിച്ച 4 രാജാക്കന്മാരോട് യുദ്ധം ചെയ്യാൻ എത്ര പേര് പോവുക? 318. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഈ 318 എന്ന സംഖ്യ തെരഞ്ഞെടുത്തത്? ഒരു 300 പേരെ കൊണ്ടുപോയെന്നൊക്കെ നമുക്ക് പറയില്ലേ? അങ്ങനെയാണെന്ന് പറയാം. ഒരു 350 പേരെ കൊണ്ടുപോയെന്നൊക്കെ പറയാം, ഒരു കറക്കി കുത്തി പറയാം. ഒരു 450 അല്ലെങ്കിൽ 500 പേരെ. ഇതും അങ്ങനല്ല, 318. ഈ 318 എന്താണെന്ന് യഹൂദനോട് പോയി ചോദിച്ചാൽ യഹൂദൻ പറയും അത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. ഏതോ ഒരു പേരിന്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 318 എന്ന് പറയുന്നത് എലിയാസർ എന്ന് പറയുന്ന, ആർക്കെങ്കിലും പുതിയ വെളിപ്പാട് വരുന്നെങ്കിൽ യോഗ എന്നോട് പറയണം കേട്ടോ. കാരണം ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ വേദോസത്തെ ധ്യാനിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് പുതിയൊരു അറിവ് വന്നുകൊണ്ടിരിക്കും. എലിയാസർ എന്ന നാമത്തിന്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ് 318. എലിയാസർ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മെ സഹായിക്കുമെന്ന്. അർത്ഥം എന്താ? അപ്പം അബ്രഹാം 318 പേരെയും കൊണ്ട് ഈ നാട്ടുരാജാക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുമ്പോ ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചിന്ത എന്താ? ഇതെന്റെ കഴിവ് കൊണ്ട് നടക്കത്തില്ല,
ഈ ആർമി എലിയാസർ എന്ന നാമത്തിന്റെ ന്യൂമറിക്കൽ വാല്യൂലാ പോകുന്നത്. അർത്ഥം, ഞങ്ങൾ പോയി നേടാൻ പോവുകയല്ല, ദൈവം ഞങ്ങളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ പോകുന്ന വഴിയിൽ വെച്ചാണ് ആരെ കിട്ടുന്നത്? ഇനി ശ്രദ്ധിക്കണം. ഈ പോകുന്ന വഴിയിൽ ദമ്മേശേക്ക് വരെ പോയി. നിങ്ങൾ 14-ാം അധ്യായം വായിച്ചാൽ മതി. 14-ാം അധ്യായത്തിൽ എവിടെ വരെ പോയിട്ടാണ് ലോത്തിനെ മോചിപ്പിക്കുന്നത്? ദമസ്കോസ് വരെ. ശ്രദ്ധിക്കണം, എവിടെ വരെ? ദമസ്കോസ് വരെ പോയാണ് ആരെ മോചിപ്പിച്ചോണ്ട് വരുന്നത്? ലോത്തിനെയും കുടുംബത്തെ. അതായത് ഉടമ്പടിയുടെ വിത്തുകളെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് റെസ്റ്റോർ ചെയ്യുന്നത് ദമസ്കോസ് വരെ പോയാണ്. ഈ ദമസ്കോസിൽ പോയി കൊണ്ടുവരുന്നതിന്റെ കൂട്ടത്തിൽ അബ്രഹാമിന് ആരെ കിട്ടി? എലിയാസറിനെ കിട്ടി. മനസ്സിലാകുന്നുണ്ടോ? എലിയാസറിനെ എവിടെ കിട്ടി? ദമ്മേശേക്കുകാരനായ. വലിയൊരു രഹസ്യല്ലേ? അപ്പൊ ദൈവം ഞങ്ങളെ സഹായിക്കും എന്ന ന്യൂമറിക്കൽ വാല്യൂവിൽ യുദ്ധസൈന്യമായിട്ട് പോയി ശക്തിയോടെ അതിനെ പിടിച്ചടക്കി കൊണ്ടുവന്ന അബ്രഹാം ഇപ്പോൾ ആ ദമ്മേശേക്കിൽ നിന്ന് ആരെ കൂടെ കൊണ്ടുവരുന്നു? ഒരു എലിയാസറിനെ കൂടെ കൊണ്ടുവരിക. അപ്പൊ എലിയാസർ എന്ന് പറയുന്നത് തനിക്ക് നേടാൻ പറ്റിയ ഒന്നാണ്. എന്തുവാ? ശ്രദ്ധിച്ചേക്കണം. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലെ അനുഗ്രഹം. നമ്പർ 1, വാഗ്ദത്തത്താലുള്ള അനുഗ്രഹം. നമ്പർ 2, സ്വന്തം കഴിവിനാൽ കഴിയുന്ന അനുഗ്രഹം. കഴിവിൽ നേടാവുന്നത്. 1, വിശ്വാസത്താൽ നേടാവുന്നത്. 2, കഴിവിൽ നേടാവുന്നത്. 3, ഇപ്പോൾ കയ്യിലുള്ളത്. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ കയ്യിൽ ആരുണ്ട്? ദമ്മേശക്കാരൻ ഏലിയാവുണ്ട്. സോറി, എലിയാസറുണ്ട്. തനിക്ക് എന്താ കഴിയുന്നത്? ഈ മച്ചിയായ സാറായിക്ക് പകരം കുഞ്ഞുങ്ങൾ ജനിപ്പാൻ സാധ്യതയുള്ള ഒരു ബാല്യക്കാരത്തെ തനിക്ക് ഭാര്യയായി ലഭിച്ചാൽ 85 വയസ്സുള്ള അബ്രഹാം പറഞ്ഞു, എനിക്ക് മക്കളെ ജനിപ്പിക്കാനുള്ള കരുത്തുണ്ട്. അപ്പൊ തനിക്ക് എന്താ കരുത്തുണ്ട്? തനിക്ക് ഹാഗറിൽ ഒരു മകനെ ജനിപ്പിക്കാൻ കരുത്തുണ്ട്. പക്ഷെ തനിക്ക് സാറായിൽ ഒരു മകനെ ജനിപ്പിക്കാൻ കരുത്തില്ല. ഇതൊക്കെ പോകാം, ഇടയ്ക്കിടയ്ക്ക് സേലായിട്ട് പോയില്ലേ. ഹാഗർ എന്ന് പറയുന്നത് മിസ്രീമിനെ കാണിക്കുന്നു, പഴയ നിയമത്തിലെ യെരുശലേമിനെ കാണിക്കുന്നു, പഴയ നിയമത്തെ കാണിക്കുന്നു. അബ്രഹാം പറയുന്നു, പഴയ നിയമത്തിൽ ഒരു പുത്രനെ ജനിപ്പിക്കാൻ എനിക്ക് പറ്റും. സ്തോത്രം. സാറായി മീതെയുള്ള യെരുശലേമിനെ കാണിക്കുന്നു, അവൾ പുതുനിയമത്തെ കാണിക്കുന്നു. പക്ഷേ അബ്രഹാം പറയുന്നു, അവളിൽ ഒരു പുത്രനെ ജനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. Glory to God. അപ്പൊ 3 അനുഗ്രഹം എന്തെന്ത്? താൻ ദമസ്കോസിൽ നിന്ന്, ദമേശേക്കിൽ നിന്ന് കൊണ്ടുവന്നത് തന്റെ കയ്യിലുള്ള എലിയാസർ, തനിക്ക് നേടാൻ കഴിവുള്ള ഇശ്മായേൽ, 3 വിശ്വസിച്ച് പ്രാപിക്കാൻ പറ്റുന്ന 3 ഓപ്ഷൻസിന്റെ മുമ്പിലാണ് വിശ്വാസത്തിന്റെ വീരപുരുഷനായ അബ്രഹാം നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 14-ാം അധ്യായം എന്താണെന്ന് മനസ്സിലാമോ? ഇത് കൊച്ചു മക്കളോട് പറയുന്ന പോലെ പറയും. 5 രാജാക്കന്മാർ 4 രാജാക്കന്മാരോട് യുദ്ധം ചെയ്യുന്നു. ഈ 9 രാജാക്കന്മാരെ ഒരുമിച്ച് കീഴടക്കാൻ ദൈവം എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ പോകുന്നു. ഞാൻ വിചാരിക്കുന്നു 14-ാം അധ്യായത്തിൽ പുതുനിയമത്തിന്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണെന്ന് ആരാ പറഞ്ഞതെന്നറിയാമോ? ആരാ പറഞ്ഞ്? ഞാൻ ആയിരിക്കുന്നത് കൃപയാലാകുന്നു എന്ന് ആരാ പറഞ്ഞേ? അപ്പോസ്തലനായ പൗലോസാ പറഞ്ഞേ. ഈ പൗലോസിനെ ദൈവം സന്ദർശിച്ചത് എവിടെന്നറിയാമോ? ദമ്മേശേക്കിൽ വെച്ചാ ദമ്മേശേക്കിൽ വെച്ചാണ്, ഡമസ്കോസിൽ വെച്ചാണ് ദൈവം അബ്രഹാമിനെ സന്ദർശിച്ചത്. പൗലോസിനെ സന്ദർശിച്ചത്. പൗലോസിന്റെ ജീവിതം മാറിയത് എവിടെ വെച്ച്? ഡമസ്കോസിൽ വെച്ച്. ഏലിയാസർ ലഭിച്ചത് എവിടെ വെച്ച്? ഡമസ്കോസിൽ വെച്ച്. ഏലിയാസർ എന്ന് പറഞ്ഞാൽ എന്താണ്? 318 പേരെ കൊണ്ട് എന്ത് നേടി? രാജ്യങ്ങളെ നേടി. ഒറ്റ അർത്ഥത്തിൽ പറഞ്ഞാൽ
ഇദ്ദേഹം പറഞ്ഞു, ദൈവം എന്നെ സഹായിച്ചാൽ എനിക്ക് ആരെയും നേടാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ അപ്പച്ചന്റെ കൊച്ചുമോനായ ദാവീദ് ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിശ്ചയമായിട്ട് ഞാൻ വിചാരിക്കുന്നു ഈ ഫെയ്ത്ത് എവിടെ നിന്ന് കിട്ടി? അബ്രഹാം ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഈ അബ്രഹാം ഇനി ഫെയ്ത്ത് വാങ്ങിച്ചുകൊണ്ടാണ് ഇയാൾ ആർക്കെതിരെ യുദ്ധത്തിന് പോയത്? ഞാനീ പറയുമ്പോ വചനം മൊത്തം ഓടി വരണം. ആർക്കെതിരെ? ഗോലിയാത്തിനെതിരെ. ഗോലിയാത്തിനെ ദാവീദ് തോൽപ്പിച്ചത് എങ്ങനെ? സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചെന്താ? 5 കല്ലെടുത്ത് ഉരുളങ്കല്ല്. ഹല്ലേലൂയ. നമ്മുടെ കേബ്രാം അച്ഛന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കല്ല് അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 4 കല്ലുകൾ കമണയ്ക്ക് എന്തോ സഞ്ചിക്കകത്തിരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ആരെങ്കിലും ഒരാൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബാക്കി കല്ല് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇന്ന് രാത്രി ചില ഗോലിയാത്തുമാരുടെ തല തകരും. കേൾക്കാൻ നല്ല രസമുണ്ട്. കേബ്രാമിന്റെ ആളാണല്ലേ? യാ വെൽക്കം. ശ്രദ്ധിച്ചേക്ക്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഇയാള് കവണയുടെ കരുത്തോ കല്ലിന്റെ കരുത്തോ എറിയാനുള്ള ഉന്നം കൊണ്ടൊന്നും അല്ല ജയിച്ചത്. ഇയാള് ജയിച്ചത് ഇയാളുടെ അപ്പച്ചന്റെ തന്ത്രമാണ്. ഇയാളുടെ വല്യപ്പച്ചന്റെ തന്ത്രമാണ്. വല്യപ്പച്ചൻ പറഞ്ഞു, എന്റെ കഴിവ് കൊണ്ട് എനിക്കിത് നേടാൻ പറ്റില്ല, ഞാൻ 318 തെരഞ്ഞെടുക്കാൻ പോവാ, ദൈവം എന്റെ സഹായി. ഹല്ലേലൂയ. അബ്രഹാമിന്റെ കൊച്ചുമോനായ ദാവീദ് അബ്രഹാമിന്റെ ഫെയ്ത്തിനെ ഇങ്ങെടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പോ ദാണ്ട് ആ മല്ലന് നേരെ പോകുകയാണ്. 40 ദിവസമായി ഇസ്രായേലിന്റെ ദൈവജനത്തെ വെല്ലുവിളിക്കുന്ന ഈ പേരെന്നറിയുമോ? ഈ അഗ്രചർമ്മിയായ ഇവൻ. ഈ അഗ്രചർമ്മി എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം തന്നെ ഉടമ്പടിയുടെ പുറത്തുള്ളവനെന്നാ. എടാ, ഉടമ്പടിയുടെ പുറത്തുള്ള നിനക്ക് ഉടമ്പടിയുടെ അകത്തുള്ള ഞങ്ങളെ തൊടാൻ പറ്റത്തില്ല. ആ മലവക്കിൽ നിന്നുകൊണ്ട് വെല്ലുവിളിക്കാനേ പറ്റൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഏബ്രഹാമിന്റെ ഫെയ്ത്ത് എടുത്തു. ഏതാ ഫെയ്ത്ത്? ഏലിയാസർ എന്ന ഫെയ്ത്ത്. ഇത് നിങ്ങൾ ഈ ഒരു വലിയ ഈ ഏലിയാസർ എവിടുത്തെ? പുതിയ നിയമത്തിൽ ഏലിയാസർ ആരാ? പൗലോസ്. പുതിയ നിയമത്തിൽ ഏലിയാസർ ആരാ? എവിടുന്ന് കിട്ടിയതാ പുള്ളിയെ? അതായത് അബ്രഹാമിന്റെ ബാല്യക്കാരനെ പോലെ അബ്രഹാമിന്റെ പുത്രനായ യേശുക്രിസ്തുവിന് കിട്ടിയ ഏറ്റവും ശ്രേഷ്ഠനായ ബാല്യക്കാരനാണ് ദമ്മേശേക്ക് എന്ന് പറയുന്ന ദമസ്കോസ് എന്ന പടിവാതിലിൽ വെച്ച് ദൈവിക സന്ദർശനം ഏറ്റുവാങ്ങിയ പൗലോസ്. I'm just giving you the word of God. ഇത് ഞാൻ ആരോ ബ്രില്യന്റ് സമൂഹത്തോടാണ് സംസാരിക്കുന്നത്. God is speaking to you. എനിക്കൊന്ന് കറക്റ്റ് പാത്രത്തിൽ തന്നെ വിളമ്പിയാലേ അത് അവിടെ നിൽക്കത്തുള്ളൂ. Glory to God. ദമസ്ക്. Amen. അബ്രഹാം പറഞ്ഞു, എനിക്ക് എന്റെ കൈവശം അവനുണ്ട്, പക്ഷെ എനിക്ക് എന്റെ കൈവശം എലിയാസറുണ്ട്, എനിക്ക് ഇസ്മായിലിനെ നേടാൻ കരുത്തുണ്ട്, പക്ഷെ കൃപയിലേക്ക് പോകാൻ പറ്റത്തില്ല. ആമേൻ, ആമേൻ. മച്ചിയായ സാറായിൽ ഒരു പുത്രോത്പാദനത്തിന് എനിക്ക് ഇമ്പോസിബിൾ ആണ്. പക്ഷെ പുതിയ നിയമം വിളിച്ചു വന്ന ഒരു മെസ്സേജ് ഉണ്ട്, അറിയാമോ? കാൽവരി മരണത്തിന് ശേഷം നിങ്ങൾ വായിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബൈബിളിനെ കോണ്ടെക്സ്റ്റ് വെച്ച് വായിക്കണം. 53-ാമത്തെ യെശയ്യാവിന്റെ അധ്യായം എന്താ പറയുന്നത്? ഞങ്ങൾ പ്രസംഗിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വിശയാതമ്പുരാനെ കുറിച്ചുള്ള റെവലേഷൻ. ഞാൻ ഒരു കാര്യം ഓപ്പണായിട്ട് പറയാൻ പോവാ. 53-ാമത്തെ യെശയ്യാവിന്റെ പ്രവചനം യഹൂദനോടുള്ള സുവിശേഷം. ആരോടുള്ള സുവിശേഷം? പക്ഷെ എന്ത് പറ്റി? അത് നമ്മൾ എടുത്തിട്ട് നമ്മുടെ കവറിനകത്താക്കി നമ്മുടെ ബ്രാൻഡാക്കി മാറ്റി. Isaiah chapter 53 is the gospel towards the people of Israel. കാരണം ദാസനായ മശിഹ. Amen. Hallelujah. Glory to God. എന്നിട്ട് അതിലിങ്ങനെ പറയുകയാണ്, എന്താ? ഒരു സന്തതിയെ കാണും എന്ന് പറഞ്ഞ് വെളിപ്പാടോടെ നിർത്തിയിട്ട് പറയുന്നു 54-ലേക്ക് വന്നു. അതുകൊണ്ട് മച്ചിയായവളെ പൊട്ടിഘോഷിക്ക, ഭർത്താവുള്ളവളുടെ മക്കൾ ഭർത്താവില്ലാത്തവളുടെ മക്കൾ ഭർത്താവുള്ളവളെക്കാൾ അധികം. എന്തിനാ സാറായിയെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ കഴിവില്ലാത്തവളാക്കി നിർത്തിയത്? പുതുനിയമത്തിന്റെ വെളിപ്പാടാണ്.
അബ്രഹാമേ, നിന്റെ കരുത്തുകൊണ്ടും നിന്റെ ബലം കൊണ്ടും നിന്റെ മിടുക്ക് കൊണ്ടും നിനക്കൊരു പുത്രോത്പാദനം സാധ്യമല്ല. അത് ദൈവവാഗ്ദത്തത്താൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് പുതുനിയമത്തിന്റെ വെളിപ്പാടായി പഴയ നിയമത്തിൽ ആ സ്ത്രീ നിൽക്കുക. ആമേൻ. ഇതാണ് 14-ാം അധ്യായം. യുദ്ധം തീർന്നിട്ടില്ല. യുദ്ധം അങ്ങോട്ട് കഴിഞ്ഞു വന്നപ്പോ ഒരു വെളിപ്പാടുണ്ടായി. വെളിപ്പാട് മറ്റെങ്ങു നിന്നുമല്ല, ഇതുവരെ യഹോവയെ ഇവർക്കറിയാം. ആമേൻ. യഹോവ ആരാണ്? ഇസ്രായേലിന്റെ ദൈവം. ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇസ്രായേലിന് വെളിപ്പെട്ട ദൈവ വെളിപ്പാടാണ് യാഹ്വേ. ആ യാഹ്വയാണ് മനുഷ്യരൂപമെടുത്ത് ഭൂമിയിൽ അവതരിച്ച ക്രിസ്തു. തെറ്റിദ്ധരിക്കരുത്. 2-3 ദൈവമൊന്നുമില്ല. ആമേൻ. ആരാ? പഴയ നിയമത്തിൽ ഇസ്രായേലിന് വെളിപ്പെട്ട, മോശയ്ക്ക് വെളിപ്പെട്ട ആ യാഹ്വേ, യഹോവയുടെ ദൂതൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ പിതാവ് എവിടെയായിരുന്നു? പിതാവ് അവിടെ ഉണ്ടായിരുന്നു. പിതാവ് ഒരിക്കൽ തന്റെ പുത്രനെയാണ് എപ്പോഴും വിടുവിക്കാൻ വിട്ടതില്ലേ? അതുകൊണ്ടാണ് ഒരിക്കൽ മോശയോട് പറഞ്ഞത്, നോക്കെ, ഞാൻ എന്റെ ദൂതനെ നിന്റെ മുമ്പാകെ അയക്കുന്നു. എന്റെ നാമം അവനിലുണ്ട്. അതിന്റെ അർത്ഥം എന്താ? എനിക്കും അവന് ഒരു നാമോ. മര്യാദയ്ക്ക് നടന്നോണം, അവൻ പാപം ക്ഷമിക്കത്തില്ല. ഈ ചില പുള്ളികൾ ഇപ്പൊ യഹോവ ഭയങ്കര ദുഷ്ടനാണെന്നും കേട്ടിട്ടില്ല. യഹോവ ട്രൈബൽ ഗോഡാണ്, രക്തദാഹിയായ ദൈവമാണ്, യേശു പഞ്ചപാപമാണ്. ഞാൻ മനസ്സിലാക്കിയത് യേശുവിനെ പഴയ നിയമത്തിലെ യഹോവയെക്കാളും അല്പം കേമനായ യേശുവാണ്. സത്യം പറയും, സത്യം. യേശു ക്രിസ്തുവിന് കൊടുക്കുന്ന ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ എന്താ? യോഹന്നാൻ സ്നാപകൻ. ബഹുമാന്യരായ പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്നാനമേൽക്കാൻ മുൻപോട്ട് വന്നവർ ദയവായിട്ട് ഓരോരുത്തർ ക്യൂ ആയിട്ട് വന്ന് സ്നാനം. എടാ പിശാചിന്റെ മക്കൾ എന്നാ ഒറ്റ വാക്യം പറഞ്ഞത്. നിന്നോടൊക്കെ ആരടാ പറഞ്ഞ വരാൻ പോകുന്ന ന്യായവിധി ഓടി രക്ഷപ്പെടാൻ? ഇങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ കാണാൻ പറഞ്ഞാൽ സ്നാനപ്പെടുവൂ. നമ്മൾ ഓരോന്നിനെ സ്നാനപ്പെടുത്താൻ കൊണ്ടുവന്ന് എന്ത് പാടുപെട്ടാ മോനെ, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്തോ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് നരകത്തിൽ പോകണം. ഇന്ന് മിക്കവാറും എല്ലാം മുങ്ങിയത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പെന്തിക്കോസ അല്ലെങ്കിൽ ബ്രദറിനാണെങ്കിലും എവിടെയെങ്കിലും ഒരു മുങ്ങ് നടന്നിട്ടുണ്ടെങ്കിൽ അത് നരകം പേടിച്ച് മുങ്ങിയത്. ഒരു ശകലമെങ്കിലും മുടി മുങ്ങരുത്. എന്റെ ദൈവമേ, മുടിയെങ്കിലും മുങ്ങാതിരുന്ന നരകത്തിൽ പോകുന്നു പേടിച്ചിട്ട് എന്നെ നല്ലപോലെ മൂക്ക് വാസേ ഒന്നല്ല ഒരു 5 പ്രാവശ്യം മുക്കിക്കോന്നുള്ള രീതിയിലാണ് മുങ്ങുന്നത്. സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു സർവേ രഹസ്യമായിട്ട് എടുക്കാൻ പോവാ. എന്താ അറിയുമോ? താങ്കൾ എന്തുകൊണ്ട് യേശുവിനെ അറിഞ്ഞു? എടുക്കണം ഒരു സർവേ. ആരെങ്കിലും രഹസ്യം എടുക്കണം. അതിനകത്തൊരു 10% ആൾ പോലും കാണത്തില്ല ഞങ്ങൾ യേശുവിനെ അറിഞ്ഞത് നിത്യജീവൻ പ്രാപിക്കാനാണ്, ക്രിസ്തുവിനെ അനുഗമിക്കാനാണ്. നല്ലൊരു ശതമാനം ആളുകൾ പറയും ഞങ്ങളുടെ അച്ഛന് കൂടിയായിരുന്നു രക്ഷപ്പെടാൻ ഇവിടെ വന്നു. രണ്ടാമത്തെ ആൾ പറയും ഞങ്ങൾക്ക് ഭയങ്കര കടബാധ്യതയായിരുന്നു, ഞങ്ങളുടെ ബ്രദർ പ്രാർത്ഥിച്ചപ്പോ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു, പിന്നെ ഞങ്ങൾ അന്ന് മുതൽ ബ്രദറിനെ വിട്ടിട്ടില്ല. മൂന്നാമത്തെ ആൾ പറയും ഞാൻ അനേക വൈദ്യന്മാരേറെ കഷ്ടപ്പെട്ട ആളാണ്, എന്റെ രോഗം ഇവിടെ വന്നപ്പോ സ്തോത്രം. പിന്നെ വേറെ എത്രയോ ദിവസം ഞാൻ CSCയുടെ എല്ലാ പള്ളിയിലും പോയിരുന്നു, എന്റെ കുഞ്ഞിനൊരു കല്യാണം കിട്ടിയിട്ടില്ല, ഇവിടെ വന്നപ്പോ കൃപയാരൊരു ചെറുക്കനെ കിട്ടി, അല്പം മന്ദബുദ്ധിയാണെങ്കിലും ദൈവകൃപയാ കല്യാണം നടന്നു. സ്തോത്രം. അപ്പൊ കല്യാണം ശ്രദ്ധിച്ച് ഞാൻ പറയുന്ന സത്യം. ഇവിടെ ഏറ്റവും കൂടുതൽ ആള് കൂടുന്ന സഭയുടെ മോട്ടീവ് ഇറ്റ് ഇസ് നോട്ട് ക്രൈസ്റ്റ് ബട്ട് ഫോർ ഹീലിംഗ് ആൻഡ് മിറാക്കിൾസ്. ഹീലിംഗും മിറക്കിളും എന്ന മണ്ണിര കൊണ്ടെത്തിയിട്ടാണ് ഇവന്മാർ ഈ മുഴുവൻ ബ്രാലിനെ പിടിച്ചേക്കുന്നത്. സ്തോത്രം. ഏതെങ്കിലും ഒരു ചൂണ്ടയ്ക്കകത്ത് 10,000-ങ്ങളിൽ അതിസുന്ദരനായ യേശുവിനെ കാണിച്ചാൽ ഈ പെരുമ്പാമ്പുകളോ ഈ പെരുമീൻ ഒരെണ്ണം കടിക്കത്തില്ല. കാരണം അവൻ മണ്ണിരെ കടിക്കാൻ വേണ്ടിയിരിക്കുക. എടാ യേശു നല്ലവനടാ വാടാന്ന് പറഞ്ഞാലോ സത്യമില്ലേ? അച്ഛന് ഭയങ്കര നടുവേനയായിരുന്നു, എന്റെ പൊന്നു ആശ്രയ ഇവിടെ വന്നപ്പോഴാ. വേറെ പറയും അയ്യോ എന്റെ ദൈവമേ എന്റെ കൊച്ചു ചത്തു പോകേണ്ടതായിരുന്നു, ഞാൻ യേശുവിനെ അറിഞ്ഞു ചത്തു പോകത്തോണ്ട്. ഇമാതിരിയുള്ളവന്മാരെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ നല്ലത് തെങ്ങ് കയറാൻ പോകുന്നേ നല്ലത്. ഓപ്പണായിട്ട് ഞാൻ ടെല്ലി, യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരെ മാത്രമേ ദൈവദാസന്മാർ ശുശ്രൂഷിക്കാവൂ.
സത്യമല്ലേ മക്കളെ? എല്ലാവരോടും പറയണം. ഫസ്റ്റ് നമ്മൾ ഓക്കെ, നിങ്ങൾ ഇതിനകത്ത് എത്തിയത്, ഞാനിപ്പോൾ പറയണത് ശരിയാ, എത്തുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല, രോഗശാന്തി പ്രാപിക്കാനെത്താൻ നോ പ്രോബ്ലം, ഇവിടുത്തെ പ്രാപിക്കാം. പക്ഷെ ഇവിടെ വന്നാൽ ഉടനെ അതിനൊരു വേറെ ട്രൂത്ത് ഉണ്ട് കേട്ടോ. ഈ കല്യാണത്തിന് വിളിച്ചപ്പോൾ ഞാൻ വേഗം പെട്ടെന്ന് വിട്ടുക, യേശുക്രിസ്തു തന്റെ ഒരു ഉപമ പറഞ്ഞത് രാജാവിന്റെ മോന്റെ കല്യാണം ഇല്ലേ, കല്യാണത്തിന് വിളിച്ചപ്പോ എന്താ പറഞ്ഞത്? എടാ നീ പോയി എല്ലാവരും വിളിക്കും. എന്തിനാ? എടാ നല്ല സൂപ്പർ ബാർബിക്യൂ ഉണ്ട്, ചിക്കൻ എന്തൊക്കെയാ, കറക്കി പൊരിച്ചതുണ്ട്, ഇരുത്തി പൊരിച്ചതുണ്ട്, നിർത്തി പൊരിച്ചതുണ്ട്, മണവാളൻ ചിക്കനുണ്ട്, മണവട്ടി ചിക്കനുണ്ട്, പിന്നെ എന്തൊക്കെയോ ചിക്കൻ ഉണ്ട് പിള്ളേർ, അൽഫാമുണ്ട്, പിന്നെ കുഴിമന്തി ഉണ്ട്. വാടാ ഓരോരുത്തന്മാരാണ് വയറ് പൊട്ടി ഓടിതാക്കി വെറുതെ ഇരിക്കുക. ഇവന്മാരെ വിളിച്ചപ്പോ മോനെ കല്യാണത്തിന് വരുന്നോ എന്ന് ചുമ്മാ വിളിച്ചാന്ന്, തിന്നാൻ പാടാന്ന് പറഞ്ഞ് വിളിച്ച, മൊത്തത്തിന് വിളിച്ചു കയറ്റിയത് അങ്ങനെ തീറ്റിക്ക് വിളിച്ച. പക്ഷെ തീറ്റിക്ക് വിളിച്ചവന്മാരെ ആ വാതിലെത്തിയപ്പോ എന്ത് ചെയ്തു? എന്തോ ചേട്ടാ പൊന്നുവനെ നീ തിന്നാൻ വന്നതാ, പക്ഷെ ഒരു കാര്യം ചെയ്യും, ഈ ഉടുപ്പില്ലാതെ അകത്ത് കയറാൻ പറ്റത്തില്ല. ഇതാണ് അതിന്റെ ട്രൂത്ത്. അപ്പൊ അതെന്താ ചേട്ടാ ഉടുപ്പ്? അത് രാജാവിന്റെ ഉടുപ്പ് ധരിക്കണം, രാജാവിന്റെ ഉടുപ്പ് എന്ന് പറഞ്ഞാൽ നീ വന്നത് തിന്നാനാണേലും നിന്നെ കാണുന്നതെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടത് രാജാവിന്റെ ഗസ്റ്റാണ്. ഈ ഉടുപ്പ് എന്താ അറിയോ? പ്രവൃത്തി, നീതിമാന്മാരുടെ നീതി പ്രവൃത്തി. അപ്പൊ തിന്നാൻ വന്നാലും അകത്തോട്ട് കയറുമ്പോഴുള്ള മനോഭാവം എന്താ? ധരിച്ചിരിക്കുന്നത് എന്താ? എന്റെ വീട്ടിൽ ആഹാരം കുറയില്ല എന്നല്ല, ഞാൻ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവനാണ്, ദൈവനീതി ചെയ്യാൻ വിളിക്കപ്പെട്ടവനാണ്, ഈ പന്തിയിൽ എനിക്ക് പ്രവേശനം ലഭിച്ചത് ഈ ഉടുപ്പ് കാരണമാണ്. രാമൻ, ഈ ഉടുപ്പിട്ടിട്ട് നീ തിന്നുവോ ചാടുവോ എന്തേലും ചെയ്യും, പക്ഷെ നീ മറക്കല്ല, ഈ ഉടുപ്പൂരി നീ ഡാൻസ് ചെയ്യരുത്. പക്ഷെ ഇപ്പോഴത്തെ പ്രോബ്ലം അറിയാമോ? എല്ലാം തിന്നാനകത്ത് കയറും, ഉടുപ്പും കൊടുക്കും, പക്ഷെ ആരാധന തുടങ്ങുമ്പോൾ ഉടുപ്പൂരും ഊരിട്ട് പറയും ഹല്ലേലൂയാ ഹല്ലേലൂയ. ഏത് ഉടുപ്പ് ഊരിയാണ് ഡാൻസ് ചെയ്യുന്നത്? രാജാവ് കൊടുത്ത ഉടുപ്പ്. ഇവന്മാരെയൊക്കെ നമ്പരാൻ വരുമ്പോ ഒരുത്ത ഉടുപ്പ്, എന്താണോ നീ ഉടുപ്പൂരി? അത് ദൈവം എനിക്ക് ചെയ്ത നന്മ ഓർത്തപ്പോ എനിക്ക് ഇരുന്ന് ആരാധിക്കാൻ പറ്റിയില്ല, ഞാനങ്ങ് കറങ്ങി ആരാധിച്ചത്. കണ്ടിട്ടില്ല? ഇപ്പൊ ആളുകളുടെ കണ്ടിട്ടില്ല? ഈ ഐ വോണ്ട് ടു ടെൽ യു, എന്നോട് പെണം കണ്ട നിങ്ങൾ കണ്ടിട്ടോ ഈ കൊയർ? എന്റെ പൊന്നുപോലെ നിങ്ങൾ കൊയറിനോട് ക്ഷമിക്കണേ, ഈ കൊയർ അല്ല ഞാൻ പറയുന്നത്. ഈ കുറെ യൂണിഫോം ധരിച്ച് പെമ്പിളാരെയൊക്കെ ഫ്രണ്ടിൽ നിർത്തിയേക്കില്ലേ, കാണാൻ കൊള്ളാം. ഏതെങ്കിലും കാണാൻ കൊള്ളാത്ത പെമ്പിളാരെ അവിടെ നിർത്തൂ? എല്ലാ ചേട്ടന്മാരും കേട്ടോണം, അല്പമൊക്കെ കാണാൻ. ഇത് കണ്ടോണ്ട് നിന്ന് ആരാധിക്കൽ ഒരു പ്രത്യേക കൃപയാണ്, പ്രത്യേക ചെറുപ്പക്കാർക്ക്. ചെറുപ്പക്കാർക്ക് മാത്രമല്ല, ഇപ്പം വയസ്സന്മാർക്ക് കൂടുതൽ കൃപ. പച്ചക്കങ്ങ് പറഞ്ഞാലും സത്യമല്ലേ? അതെന്താണ് കുറച്ച് പ്രായമുള്ള അമ്മച്ചിമാർ, ഈ പ്രായമുള്ളവർക്ക് എന്ത് കൃപ? നല്ല സുന്ദരിമാരായ പൈങ്കിളി പെമ്പിളാരോട് അവള് വരിങ്ങനെ ഹല്ലേലൂയ. അപ്പൊ അവിടെ നിന്ന് ചേർക്കാൻ പാടും, നീ മാത്രം. എന്താ പാട്ടെന്തോ? സത്യം. എടാ നമ്മളെല്ലാം ചെറുപ്പം പ്രായം കഴിഞ്ഞു വന്നവരാണില്ലേ? സത്യമായിട്ടടാ നീ നോക്കണ്ട, നീ അങ്ങനെ തന്നെയാണ്. യേശുവിന് പാടുന്നത് എന്ത് പാട്ട്? നീ മാത്രം മതി. നീ അവിടെ നിന്നൊക്കെ കുരുത്തം കെട്ടണം 100%. നീ മാത്രം, നീ എനിക്കെന്ന് അങ്ങനെ തന്നെ പാടുന്നത്. ഇവര് പഠിപ്പിച്ചെന്നറിയുമ്പോ സ്വർഗത്തിലൊരു കൊയർ ഉണ്ടായിരുന്നത് ഇല്ലേ? സ്വർഗത്തില് അതിന്റെ ലീഡർ ആരായിരുന്നു? എവിടെ അത് വായിക്കുന്നത്? 2024 ബാലരമയിലെ മെയ് മാസത്തെ 15ാമത്തെ വോളിയം. അതിനകത്ത് ഇത് വായിക്കാൻ പറ്റും, ബൈബിളിൽ വായിക്കാൻ പറ്റത്തില്ല. ലൂസിഫറിന് അവിടെ കൊയർ. ഐ വാണ്ട് ടു ടെൽ യു, ദിസ് ഓൾ ഓഫ് ഫ്ലെഷ് ഗോയിങ് ഓൺ. ദല്ല ചർച്ച് ഫോളോയിങ് ക്രൈസ്റ്റ്. ഓരോ ആഴ്ചയും നമ്മൾ കൂടുമ്പോൾ എന്താ നമ്മുടെ മനസ്സിലാക്കുക? ഐ വാണ്ട് ടു ഫോളോ ക്രൈസ്റ്റ്. യേശു എന്നതല്ല. ഈ ലോകത്തിൽ നമ്മുടെ എല്ലാ നശ്യവും ആലോചിക്കുന്നുണ്ടോ? 2050 ജോൺ ലോറൻസ് ഉണ്ടാവും. ഇവൻ എന്നെ കൊല്ലാൻ വന്നാണ്, നോക്കിക്കോണേ. എടാ 25 വർഷം കൂടെ ഞാൻ ജീവിക്കട്ടാ പറഞ്ഞോ. 2050 ഇയാൾ കാണൂലടെ, നീ ചത്തടാ. ഞാൻ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില് റബ്ബർ നട്ടിട്ടുണ്ട്, റബ്ബറും തോട്ടം. അല്ല, ഇവനെ എന്നെ മാനസാന്തരപ്പെടുത്താൻ ദൈവം കൊണ്ടുവന്ന് ഇരുത്തിയേക്കും. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു വെളിപ്പാട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ
ഞങ്ങളുടെ വീട്ടിലെ റബ്ബർ മരത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും. ഞാൻ അതിങ്ങനെ വളർന്നു വരുന്നത് കണ്ടിട്ടുണ്ട്. ഇനി ഒരു 10-20 വർഷം 25 വർഷം കഴിഞ്ഞാലേ അത് വെട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ ആലോചിക്കടാ, റബ്ബറെ ഞാൻ പോയാൽ നീ ഇവിടെ കാണും, നിന്നെ ഇമാര് വെട്ടി പാലെടുത്തോണ്ടിരിക്കും, അതിന് മുമ്പ് എന്നെ വെട്ടും. അപ്പൊ നമ്മളെല്ലാവരും ഈ ഭൂമി വിട്ടു പോകേണ്ടവരല്ലേ? പേടിയുണ്ടോ ആർക്കും? എന്തെങ്കിലും പേടിയില്ല. കണ്ണടച്ചാൽ ഒരു പാട്ട് ഞാൻ പണ്ട് എഴുതിയിട്ടുണ്ട്. പാട്ട് എന്തായാലും വെളിയിൽ വന്നിട്ടില്ല. മണ്ണിൽ നന്മിഴികൾ അടഞ്ഞ വിണ്ണിൽ ഞാൻ തീടും നോടിയിൽ. എനിക്ക് ഈ വെളിപ്പാടന്നില്ലായിരുന്നു. ഈ പാട്ട് എഴുതിയതിന് ഒരു പശ്ചാത്തലമുണ്ട്. നമ്മുടെ ചിക്കുവിന്റെ എന്തുവാ ഫ്യൂണറൽ നടക്കുന്ന സമയത്ത് എനിക്ക് തിരുവനന്തപുരത്ത് പോകാൻ പറ്റിയില്ല. അത് വേറെ കുറെ കാരണങ്ങളുണ്ട്. ഇത്രയും എല്ലാവരും ഉണ്ട്. സുരേഷ് ബാബു ഒക്കെ അങ്ങ് പെട്ടിയെടുക്കാനായിട്ട് ഫ്രണ്ടിലുണ്ടായിരുന്നു. നമ്മളെല്ലാം കണ്ട വലിയൊരു ഭയങ്കര അവിടെ അങ്ങ് ആരാധിച്ചങ്ങ് തിമിർക്കുക. ഞാൻ ഓപ്പണായിട്ട് പറയാം, ഒരു മരണത്തിന് മുമ്പിൽ ആരാധിക്കാൻ പോകരുത്. ഈ മരണം എന്ന് പറഞ്ഞാൽ എന്തുവാ സത്യത്തിൽ? എടാ, ഒരാൾ മരിച്ചു പോവുക, ഒരാൾ ഡിപ്പാർട്ട് ചെയ്തു, അതെന്ത് സാഹചര്യം? അവിടെ കരച്ചിലും അല്പം വേദനയും അദ്ദേഹത്തെ ഓർത്ത് വിലപിക്കുന്ന സമയമല്ലേ? ഈ വിലപിക്കുന്ന സമയത്ത് ഈ കൂത്തടിച്ചാലും ഈ ഡെഡ് ബോഡിയുടെ മുമ്പ് ചെയ്തിട്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നല്ല ചൂരലോടി വാങ്ങിച്ച് ഇവനൊക്കെ നല്ല പൊട്ടിക്ക് കൊടുക്കുക ആളിന്. എന്ന് പറഞ്ഞറിയുമോ, എനിക്ക് പ്രത്യാശ കൊണ്ട് ഇരിക്കാൻ വയ്യ. ശവം കാണുമ്പോ തുള്ളുക. അന്നേരം പറയും, പ്രിയമുള്ളവരെ, നാം എല്ലാവരും ഒരു ദിവസം ഈ വഴിയിലൂടെ പോകേണ്ടവരാണ്. ഈ മരിച്ചു കിടക്കുന്ന ചാക്കോച്ചൻ നിങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു ദൂതുണ്ട്. ക്രിസ്തുവേശ്വരനെ നീ അറിഞ്ഞില്ലെങ്കിൽ നീയും ചത്തുപോകും, നിത്യ നരകത്തിൽ എന്ന് പറഞ്ഞാ എനിക്കങ്ങോട്ട് സഹിക്കാൻ വയ്യ സുശേഷം പറയാൻ. അത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഒന്ന് കല്യാണ വീട്ടിലും എന്റെ മരണ വീട്ടിലുമാണ്. ഈ രണ്ടിടത്തും ഈ വൃത്തിയോട് കാണിക്കുവാന്ന്. അയ്യോ മാസ്റ്റർ, ഇത് വൃത്തിയോടാണോ? മരണ വീട്ടിൽ കരയാനിരിക്കുന്നിടത്താണോ നിന്റെ ചോദിച്ചേക്കാം? കല്യാണം നടക്കുന്നിടത്ത് പറയാ പ്രൈസ് ദി ലോർഡ് ഇനിച്ചോണ്ട് വരും. എല്ലാം 2-3 അർത്ഥത്തിനെ സംസാരിക്കത്തുള്ളൂ. ഇപ്പൊ കണ്ടിട്ടുണ്ടോ? 2-3 വർത്താനം പറഞ്ഞിട്ടുണ്ടോ? ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു നിഴലാണ്. എന്തോ എന്റെ നിഴൽ, ഒരു ദിവസം കാന്തൻ വെളിപ്പെടും. വാസം പറഞ്ഞേ, ഈ ഇടിയിരിക്കുന്ന പല പെൺപിള്ളേർ ഇവിടെ ഇരിപ്പുണ്ട്, കല്യാണം കഴിക്കാത്തവരുണ്ട്. അവർ സ്വപ്നത്തിൽ വിചാരിച്ചാൽ പോലും ഈ കസേരയിൽ വന്ന് ഇവളെ പോലെ ഇരിക്കാൻ പറ്റില്ല. ഇവളിവിടെ വരാനൊരു കാരണമുണ്ട്. ചില നാളുകൾക്ക് മുമ്പ് ഒരു ഉറപ്പ് നടന്നെങ്കിൽ മാത്രമേ കല്യാണം നടക്കൂ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായി ഉടമ്പടി ചെയ്ത് ഉറപ്പിൽ വന്നാൽ മാത്രമേ കല്യാണം നടക്കത്തുള്ളൂ. കാന്തം വരുമ്പോൾ അങ്ങ് പോകാമെന്നാരും ധരിക്കണ്ട. ഇന്ന് രാത്രി അല്ലല്ലോ, ഇന്ന് പകൽ ഈ കല്യാണ വേളയിൽ നിങ്ങൾ തീരുമാനിക്കണം, യേശുവുമായി ഉടമ്പടി ചെയ്തേ പോകാവൂ. സഹിക്കാൻ വയ്യ. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ കസിന്റെ കല്യാണം ഇവിടെ പോയി, ഓർത്തഡോക്സ് പള്ളി പോയി. ഈ ഒരു വൃത്തികേടുമില്ല. മര്യാദയ്ക്ക് നിന്ന് അമ്പരാനെ സ്തുതിച്ചിട്ട് ഈ പെണ്ണും ചെറുക്കനെയും കെട്ടിച്ചു വിട്ടണേ. ഇവന്മാരാകാശത്തോളം മൊത്തം മുഴക്കവും മുഴക്കി ദൂതന്മാരെ വിളിച്ചിറക്കി കെട്ടിച്ചെന്നിട്ട് ഇപ്പൊ കൂടെ ആരില്ല. മരിക്കുന്നവരെ കൂടെ പിടിച്ചോണം മുറുക്കി പിടിച്ചു തന്നാ എവിടെ പോയത് ആർക്കറിയത്? ആണ്ട ഒറ്റയ്ക്ക് അടക്കുക ഗോത്രം. ഞാൻ മനസ്സിലാക്കി കൂടുതൽ മുറുക്കാതിരുന്ന മുറുകി ജീവിച്ചു. ഇമാര് കൂടുതൽ മുറുക്കി തന്നാൽ അയിഞ്ഞങ്ങ് പോകും ഗോത്രം. കൂടുതൽ മുറിക്കാൻ പിരി വെട്ടും സ്വോത്രം. കണ്ടിട്ടോ? പിരിച്ച് പിന്നെ പിരിക്കാനില്ല. അയ്യോ, നമ്മൾ ദമ്മേശയ്ക്ക് വന്നിട്ടാണ് ഇവിടെ എത്തിയത്. ഹല്ലേലൂയ. എന്തോ എന്നോട് ഇതങ്ങ് പറയാനങ്ങ് എല്ലാവരും ശ്രദ്ധിക്കണം. പരിജ്ഞാനമുള്ളവരായിരിക്കണം ക്രിസ്ത്യാനി. രാമൻ പറ, മരണ വീട്ടിൽ കരയണം, നിലവിളിക്കണം, അദ്ദേഹം ചെയ്ത നല്ല കാര്യം പറയണം. ഈ സഹോദരനായ സമയത്ത് പിന്നെ ജീവിച്ചിരിക്കുമ്പോഴേ ഇടയ്ക്ക് നല്ലത് പറഞ്ഞാൽ കുറച്ച് ആളുകൂടെ പുള്ളി ജീവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്.
ഞാൻ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിച്ചിരുന്നാൽ ഒറ്റ പാസ്റ്റർമാരെ കള്ളം പറയാൻ വേണ്ടി വേദി കേട്ടരുത്. എല്ലാവരും വന്ന് കണ്ടിട്ട് പൊക്കോണം. ഒരാശംസയില്ല, ഒരനുശോചനയില്ല. അവിടെ നല്ലൊരു പാട്ടൊക്കെ പാടി ഹാപ്പി ആയിട്ട് ഭക്തിയുള്ള പുരുഷന്മാർ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ട് അടക്കണം. അടക്കാൻ സ്ഥലമില്ലെങ്കിൽ ഞങ്ങളുടെ പുനലൂര് ശ്മശാനമുണ്ട്, മുനിസിപ്പാലിറ്റി കത്തിച്ച് കളഞ്ഞേക്കണം തോട്ടം. ഞാൻ വരുമെന്ന അത്രേ ഉള്ളൂ. അവിടെ വന്നിട്ട് എന്റെ അണ്ണാക്കി മണ്ണും വാരി ഇട്ടിട്ട് മണ്ണാകുന്നു നീ ഒന്നും പറയരുത്, ഇടുന്ന എനിക്ക് റോസാപ്പൂ അങ്ങനെ എടുത്തിടണം. നല്ല പൂവൊക്കെ വാങ്ങിച്ച് യോണച്ചാ എടാ മുടിഞ്ഞവനെ നിന്റെ തല കിടക്കട്ട കുറെ മണ്ണെന്ന് പറഞ്ഞിടരുത്. നോക്കിക്കളെ ഇയാളിനി കുറച്ച് മണ്ണൊക്കെ അവരെ പുറത്തോട്ടില്ലെങ്കിൽ അവൻ നരക പോകത്തില്ലെന്ന് പറഞ്ഞു. എടാ എനിക്ക് പേടിയില്ല മരണത്തെ. കാരണം അറിയാം, ഞാൻ ഇതിനെ ജയിച്ച ആളാ. യേശുവിന്റെ നാമം ഞാൻ പറയാം. ക്രിസ്തുവിനെ ഞാൻ അറിയാൻ തുടങ്ങിയ യാത്രയിൽ എനിക്ക് ലോകത്തിന് ഒന്നിനും പേടിയില്ല. കാരണം വെരി മച്ച് കോൺഫിഡന്റ് ഐ നോ ദ ഗോസ്പൽ. ആമേൻ, ഹല്ലേലൂയ. വേറൊരു കാര്യം പറയാം. ഫിസിക്കൽ ലൈഫിലെ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു പർപ്പസിന് വേണ്ടി കുറിച്ചു വെച്ചു. ദൈവം നിങ്ങളെ കുറിച്ചുള്ള പർപ്പസ് പൂർത്തിയാകുന്നത് വരെ നിങ്ങൾ ഭൂമി ജീവിച്ച പറ്റും. കാരണം യേശുവിനെ നോക്കി. ഞാൻ ക്രൈസ്റ്റ് അല്ലേ നമ്മുടെ മാതൃക. ക്രൈസ്റ്റ് ബോൺ അക്കോർഡിംഗ് ടു ദ വേർഡ്. ക്രൈസ്റ്റ് ഗ്രൂ അപ്പ് അക്കോർഡിംഗ് ടു ദ വേർഡ്. ആരെങ്കിലും ഒക്കെ വേണം എന്ന് സ്വീകരിച്ചാൽ മതി. ക്രിസ്തു വളർന്നത് വചനപ്രകാരം, ക്രിസ്തു യാത്ര ചെയ്തത് വചനപ്രകാരം, ക്രിസ്തു പ്രസംഗിച്ചത് വചനപ്രകാരം, ക്രിസ്തു ജീവിച്ചത് വചനപ്രകാരം, ക്രിസ്തു ശുശ്രൂഷിച്ചത് വചനപ്രകാരം, ക്രിസ്തുവിന്റെ ആയുസ് വചനപ്രകാരം, ക്രിസ്തു മരിച്ചത് വചനപ്രകാരം. ആ മരണത്തിൽ ആരെയും കൂടെ കൂട്ടുകൂടി നമ്മളെ കൂടെ പങ്കാളിയാക്കി. അങ്ങനെങ്കിൽ നമ്മളും അവരോടുകൂടെ മരിച്ചപ്പോൾ വചനപ്രകാരം മരിച്ചു. നമ്മളും അവരോടുകൂടെ വചനപ്രകാരം ഉയർത്തെഴുന്നേറ്റു. നമ്മളും അവരോടുകൂടെ വചനപ്രകാരം സ്വർഗമണ്ഡലത്തിലിരിക്കുന്നു. നമ്മൾ എവിടെയോ പെട്ടെന്ന് വന്നവരല്ല. We came to this world according to the word of God. We are the children of the word of God. We are born of the word of God. Hallelujah. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ എന്നേക്കും നിലനിൽക്കുന്ന വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. We are born of the word of God. ധൈര്യമായിട്ട് പറഞ്ഞ ഞാൻ വചനത്തിന്റെ മകനാണ്. ആമേൻ. സത്യം പറയാനുണ്ടല്ലോ, ഈ ഒറ്റ ഫിയർ മാറിയാൽ നിങ്ങൾ രക്ഷപ്പെടും. ഒത്തിരി പേരുടെ ഭയം എന്ന് പറയുമോ, പേടിയ ആശ്രയ ഒരു എരിച്ചിൽ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്, അറ്റാക്കാന്ന്. മോൻ എന്തോടെ രാവിലെ കഴിച്ചേ? പയറാ, അത് ഗ്യാസാണ് ഇറക്കാം, വിട്ടു പോ. എല്ലാം അപ്പൊ ഡോക്ടർമാരാണ് എല്ലാ ഗ്യാസല്ല, എല്ലാം ഗ്യാസല്ല. അമ്മയിട്ട്. പക്ഷെ എന്താണെന്നറിയോ, ഫിയർ ട്രിഗർ ലൈഫാ. എന്തോ ഭയ, മരണഭീതി, ചത്തുപോകുന്ന പേടി. വണ്ടി എടുക്കുമ്പോ അയ്യോ ഇന്നലെ ഇതേ സ്പീഡിൽ പോയവനെ തട്ടിയിട്ടത്. നിങ്ങൾ ആ ഗ്രൂപ്പ് അല്ല. യു ആർ പ്രൊട്ടക്റ്റഡ് ബൈ ഗോഡ്. നിങ്ങൾ ക്രിസ്തുവിലിരിക്കുന്നു, ക്രിസ്തു ദൈവത്തിലിരിക്കുന്നു, നിങ്ങൾ ക്രിസ്തു ഒന്നായിരിക്കുന്നു. നിങ്ങളെ തൊടാൻ ഒന്നിനും കഴിയത്തില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടികളും ദൈവം എണ്ണി അറിഞ്ഞിരിക്കുന്നു. Hallelujah. Bold in the presence of God. Be bold in the presence of God. Hallelujah. ഞാനിപ്പോഴും ഈ ന്യൂ ക്രിയേഷൻ ലൈഫ് ഉണ്ടല്ലോ, പുതിയ ജീവിതം, ഭയമില്ലാത്ത ജീവിതമാണ്. ഇസ്രായേൽ മക്കൾ എന്തിനാ ഏറ്റവും കൂടുതൽ പേടിച്ചറിയോ? ഓൾഡ് ഗോൺ പീപ്പിൾ, ഫിസിക്കൽ ഡെത്താ. സത്യം. കാരണം ഓൾറെഡി അവരെന്താ, കവനന്റ് ഡെത്താ. ആദമിലൂടെ ഡെത്ത് വന്നു കഴിഞ്ഞു. ഇവരുടെ ഏറ്റവും ഭയം എന്തായിരുന്നു? ഏറ്റവും വലിയ പേടി എന്തായിരുന്നു? ആരും തല്ലിക്കൊല്ലുമെന്ന പേടിയായിരുന്നു. അതുകൊണ്ട് അന്ന് സങ്കീർത്തനം എഴുതുമ്പോൾ ദൈവമേ എന്റെ പ്രാണനെ ശത്രുവിനെ ഇന്ന് രക്ഷിക്കണത്. സങ്കീർത്തനം മുഴുവൻ അതാണ്, നിലവിളിയ. ഇന്ന് രക്ഷിക്കണേ, പ്ലീസ് ലോർഡ്, പ്ലീസ് പ്ലീസ്. വാട്ട് ഇസ് ദാറ്റ്? ഫിയർ ഓഫ് ഡെത്ത്. ഇന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഈ സംഭവം എടുത്ത് തോട്ടി കളഞ്ഞിട്ട് പോകണം. കാരണം എല്ലാറ്റിനെയും ജയിച്ചവരെ നമ്മുടെ കൂടെയാണ്. നമ്പർ 2, വി ആർ ഓൾറെഡി റിസറക്റ്റഡ് പീപ്പിൾ. കം ഓൺ. നിങ്ങളും ഞാനും മരണത്തെ ജയിച്ചവരാണ്. എത്ര ഉയർത്തെഴുന്നേറ്റവരിവിടെ ഉണ്ട്? ഉയർത്തെഴുന്നേറ്റവരാ നിങ്ങൾ. ആമേൻ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. യു ആർ എ റിസറക്റ്റഡ് പേഴ്സൺ. യു ഡിഫീറ്റ് ഡെത്ത്. യു ആർ ഫ്രീ ഫ്രം ദ ഫിയർ ഓഫ് ഡെത്ത്. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഓപ്പണായിട്ട് പറയാം, ഈ ഒരൊറ്റ ഫിയർ, ഈ ടെൻഷൻ കാരണം പല രോഗങ്ങളും ഉണ്ടെന്നറിയും. ആമേൻ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ കണ്ടു പറഞ്ഞു, അച്ഛാ മധ്യപ്രദേശത്ത് ഇച്ചിരി വണ്ണം കൂടുന്നുണ്ട്. മധ്യപ്രദേശ്, ഇതാണ് മധ്യപ്രദേശ്.
പെട്ടെന്ന് ഫാസ്റ്റിംഗ് കയറിക്കോളാൻ പറഞ്ഞു. ഇവരോടൊരു ഡോക്ടറാണ്, എന്റെ ഫ്രണ്ടാ. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല, ഫുഡ് കുറച്ച് ദിവസം വേണ്ടെന്ന് വെക്കടാന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇത് നമുക്ക് ഒത്തിരി പ്രോബ്ലം ഉണ്ടാക്കും, വിസറൽ ഫാറ്റ് ആണ്. അവന്റെ അടിപ്പട നിങ്ങൾക്ക് ഈ വാക്യം കൊണ്ട് നടക്കുക, ഇത് പറഞ്ഞ് അടിച്ച് ചാവുക. സ്വത്രം സത്യം. ഏത് വാക്യം? അവന്റെ പിന്നെ ഞാൻ പറഞ്ഞേ, ഈ അവന്റെ അടിപ്പണ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നതെന്ന് വരുമെന്നാണ്. അങ്ങനെ അന്ന് രോഗം വന്ന് സൗഖ്യമായോ? ഈ പണ്ട് എനിക്ക് ഈ എല്ലാരും നമ്മളെ പഠിപ്പിക്കുന്നതാണ്. എനിക്ക് മലേറിയ വന്നു. മലേറിയ വന്ന് മദ്രാസിൽ വെച്ചാ വന്ന്. ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വീണ്ടും ആ സംഭവം എന്നെ കയറി പിടിച്ച്. അവസാനം ഞാൻ വീട്ടിൽ കിടത്തി. മലേറിയ വന്നാലുള്ള ഗുണം അറിയാമോ? തുള്ളും, ആത്മാവിലങ്ങ് തുള്ളും കിടന്ന്. എത്ര പുതച്ചാലും പുതപ്പൊന്നും ഏക്കത്തില്ല, താണുത്ത് വിറച്ച് കിടക്കിടാതെ വിറയ്ക്കും. അപ്പൊ നമ്മൾ പഠിച്ച വാക്യം എന്ന് അറിയാമോ? അവന്റെ അടിപ്പടര വചനം കൺഫസ് ചെയ്യാൻ പഠിപ്പിച്ചേക്കുന്നത്. കൺഫസ് ദ വേർഡ്. അപ്പൊ ഏത് വാക്യ? അവന്റെ അടിപ്പടര നിങ്ങൾക്ക്. ഞാനിങ്ങനെ അന്ന് എനിക്ക് ഒത്തിരി പ്രായം കുറവാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 98, 99. അപ്പൊ എത്രയാണെന്ന് മനസ്സിലായാൽ മതി. 1999. അപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കാം. അപ്പൊ ഞങ്ങൾ കുന്നിന്റെ പുറത്ത്, ഈ കരണ്ടും ഒന്നുമില്ലാത്തൊരു വീടാ. ഇങ്ങനെ എന്റെ അമ്മ ഇങ്ങനെ പുതപ്പിച്ചിട്ടേക്ക് ഞാൻ ഇങ്ങനെ കിടക്കിടാന്ന് പറഞ്ഞു. അവന്റെ അടുപ്പിനാ നിങ്ങൾ സൗഖ്യം വന്നിരിക്കുന്നു, സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ എന്റെ അങ്കിൾ അവിടെ ഉണ്ട്. നീ എന്തോടായി പറഞ്ഞേ? അവന്റെ അടുപ്പിനാ നിങ്ങൾ സൗഖ്യം വന്നിരിക്കുന്നു. അവസാനം മലേറിയ പിടിച്ചെന്നറിയപ്പോ എന്റെ നാട് മുഴുവൻ ഇളകി. കാരണം ഇങ്ങനൊരു സൂത്രം അവിടെ ഇല്ല നാട്ടിൽ. പഞ്ചായത്തുകാർ നാട് മൊത്തം ശുദ്ധീകരണത്തിന് ഞാൻ കാരണം. എന്നെ ചികിത്സിക്കാൻ ഡോക്ടർ വരുന്നു, മരുന്ന് തരുന്നു. എന്തായാലും അവന്റെ അടിപ്പണാറിലൊന്നും അല്ല സൗഖ്യട്ടെ, അവന്മാരുണ്ടത് മരുന്നുകൊണ്ട് സൗഖ്യമായി. അയ്യോ, ദൈവദൂഷണം പറയുന്നോടാ, കർത്താവിന്റെ നാമം മഹത്വപ്പെട്ടെന്ന് പറയണം. എന്റെ പൊന്ന് കർത്താവ് ഇങ്ങനെ മഹത്വപ്പെടാൻ വേണ്ടി ഇങ്ങനെ കുത്തിയിരിക്കുവല്ല. എടാ നീ ഒന്ന് സ്വത്രം പറയടാ, ഞാൻ ഒന്ന് പൊങ്ങട്ട. അങ്ങനാന്ന് യേശു. ഞാൻ ചോദിച്ചിട്ട് നമ്മൾ സ്വത്രം പറഞ്ഞില്ല, ദൈവത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കാരണം ദൈവം ആരല്ല. നമ്മുടെ ഇവിടെ ഏതാണ് ഇവന്റെ പേര്? ഒരു സിനിമയ്ക്കകത്ത് എടുത്തിട്ടുണ്ട്. എല്ലാത്തിനും സിനിമയുള്ളൂ, ബൈബിളിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ സിനിമ കൂടുതൽ കാണുന്നതുകൊണ്ടല്ല, വണ്ടം കണ്ടതൊക്കെ ഓർമ്മ വരിക. ആശാൻ ഒന്ന് പറയണം, ആശാൻ എന്ന് പറയണമെന്ന് പറഞ്ഞു. അവന്റെ പേരെന്തോടെയാ? സലീം കുമാർ. ദൈവം സലീം കുമാറാണ്. ആശാൻ 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 മായാവി മായാവിയൊക്കെ തന്നെ. അതൊക്കെ ഇതൊക്കെ നമ്മുടെ ചില ആളുകൾ കേട്ട് പറയാം, ജോൺ ലോറൻസ് പിന്മാറ്റം. ഞാൻ ഇച്ചി പിന്മാറ്റത്തില്ല, ഈ പുറകിൽ നിന്നോളാം, കുഴപ്പമില്ല, വെയിറ്റ്. ഈ മായാവിക്കകത്ത് അവൻ പറയുന്നുണ്ട്, എടേ ആശാൻ ആശാൻ ഒന്ന് പറ. അതുപോലെ ദൈവം പറയും, ഒന്ന് സ്വതന്ത്രം വേണം, സ്വന്തം ഒന്ന് പറ, ഞാൻ ഒന്ന് പൊങ്ങട്ടാ. ദൈവം എന്താ സലിംകുമാറാണ് ഇടയ്ക്കിടെ ഇതിന്റെ ഷൂ കേൾക്കാൻ വേണ്ടി. ചിലവർക്ക് സ്വർഗത്തിൽ വേറെ ഒരു ജോലി, സ്വർഗത്തിൽ ഇത് ഈ ആരാധിപ്പിക്കുന്ന ആളുകളെ, വർഷിപ്പ് ലീഡേഴ്സ് ജനങ്ങളെ സ്തോത്രം പറയിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇന്ന് ഇവിടെ നിങ്ങൾ ആരാധിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ 24 മണിക്കൂറും ആരാധനയാണ്. ഞാൻ ഒരിക്കൽ ഇത് കേട്ടിട്ട് പറഞ്ഞു, എന്റെ ദൈവമേ, ഞാൻ സ്വർഗത്തിൽ പോകുന്നില്ല. ഇതിനേക്കാൾ നല്ലത് നരകമാണ്. അവിടെ ചുമ്മാ അടിച്ചുപൊടിയെങ്കിലും ഉണ്ട് സ്തോത്രം. 24 മണിക്കൂറും സ്വർഗത്തിലിരുന്ന് തലയെ മുണ്ടിട്ടിട്ട് കൂടാടാടാ ഇതാണെങ്കിൽ എന്തൊരു സ്വർഗമായിരിക്കോടാ ഇതൊക്കെ. നമ്മൾ സ്വർഗത്തെ കുറിച്ചുള്ള വർണ്ണന എന്തുവാ? കാരണം ദൈവം ആരാണ്? ദൈവം ആരാധന കുടിയനാണ്. ദൈവം സലീം കുമാറാണ്. ഇടയ്ക്കിടയ്ക്ക് ആശാന്ന് പറയണം. My God is not like that. ഞാൻ ചോദിക്കട്ടെ, മോളെ എല്ലാ ദിവസം എന്റെ അച്ഛൻ വലുതാണ്, എന്താ അച്ഛൻ എന്നാണ് മക്കളെ വിളിക്കുന്നത്? പപ്പ, എന്റെ പപ്പ, എന്റെ പപ്പയെ പോലാരുമില്ല, പപ്പയെ പോലാരുമില്ല, തിരുവനന്തപുരത്തും പാലാപുരത്തും എന്റെ അപ്പനെ പോലാരുമില്ല, അപ്പനെ പോലാ. അപ്പം പറഞ്ഞു, മകളെ പേടിക്കണ്ട, എടി ഒരു 2 ഇഡലി കൊടുത്തേര്. അവളെന്നെ ആരാധിച്ചു. അപ്പൊ ഇനി ഉച്ചയ്ക്ക് വീണ്ടും എന്ത് ചെയ്യണം? ചോറിന് വേണ്ടി വീണ്ടും ആരാധിക്കണം. നമ്മൾ പഠിച്ചിരിക്കുക, എന്റെ സ്തോത്രം കേട്ടാൽ ദൈവം ഇങ്ങനെ ഇളകും. ദൈവം ഇങ്ങനെ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കി മുഴുവനെ നിയന്ത്രിക്കുന്ന അത്ഭുതം. ഞാൻ പറയാം, എന്റെ ദൈവത്തിന് ഒരുത്തന്റെ ആരാധന വേണ്ടെന്നേ.
അയ്യോ, ഒരു ആരാധനയും വേണ്ട. ഇത് നമ്മൾ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചതാണ്. നീ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കടാ പൊന്നുമോനെ. നീ ചുമ്മാ ചിരിച്ചു കളിക്കടാ. അപ്പൻ ഇടയ്ക്ക് വന്നപ്പ ഒരു ഡാഡി ആർ യു ഹാപ്പി? ഞാൻ ഇച്ചിരി പണി ചെയ്യാൻ പോയാ, ഇച്ചിരി ജോലി ചെയ്യാൻ. നീ എന്തെങ്കിലും നല്ല ജോലി ചെയ്ത് അത് ആരാധനയാണ്. അടുക്കള കയറി പോയി നല്ലൊരു സാമ്പാർ വെക്കണം. ആ നല്ല സാമ്പാർ വെച്ചാൽ അത് നല്ലൊരു ആരാധനയാണ്. വിശ്വസിക്കാൻ പറ്റൂ? അതേസമയം ഭർത്താവിനോട് പറയാം, ഞാൻ അന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക കേട്ടോ, പഴയ കഞ്ഞി ഇച്ചിരി ചമ്മന്തി ഇരിപ്പണം, വേണം എടുത്ത് തിന്നു. തമ്പരാൻ പറയാം, ഇതൊരു പൊടി എന്ന് പറയുന്നില്ല. അച്ഛന് പടങ്ങനെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ആരാധിക്കുമോ? മനസ്സിലായില്ലയോ? ഇത് ഭയങ്കര പ്രശ്നമാണ്. പിള്ളേരെ പഠിപ്പിക്കാൻ വിടത്തില്ല, പിള്ളേരെ സ്കൂളിൽ വിടത്തില്ല, പിള്ളേർക്ക് കാര്യം പറഞ്ഞു കൊടുക്കത്തില്ല. കർത്താവിന്റെ വേല. ഞാൻ എന്റെ 3 പിള്ളേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കണം. ഫസ്റ്റ് എല്ലാ ദിവസവും ഞാൻ അവർക്ക് മെസ്സേജ് കൊടുക്കും, ലവ് ജീസസ്, ലവ് ദ പീപ്പിൾ. നല്ല ജോലി സമ്പാദിക്കണം, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടണം. കാരണം അച്ഛയ്ക്ക് പറ്റിയ അബദ്ധം നിനക്ക് പറ്റരുത്. അബദ്ധം പറ്റിയതല്ല, എന്നെ ഇങ്ങനെ അങ്ങ് ആക്കിയതാണ് ദൈവം. എന്നെ പോലെ ആളിനെ പിന്നെ ആരും പറയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഞാൻ ഇന്ന് ഒരു 4-5 ഷർട്ട് എടുത്തിട്ട് ഒന്നും കേറുന്നില്ല. ദൈവം ചെയ്ത നന്മകൾ ഓർത്ത ബട്ടൺസ് ഇടാൻ പറ്റുന്നില്ല. കാരണം കുറച്ച് ദിവസത്തിന് മുമ്പ് എന്തായിരുന്നു അറിയുമോ, വെയിറ്റ് ഒക്കെ കുറഞ്ഞായിരുന്നു. അപ്പം വെയിറ്റ് കുറഞ്ഞതിന്റെ ആവേശത്തിൽ വിവരമില്ലാതെ ഉള്ള പഴയ ഇച്ചിരി വലിയ ഷർട്ടെല്ലാം എടുത്താൽ കൊടുത്തു വിശ്വാസത്തോടെ. ഇപ്പൊ ആകെ നോക്കിയാൽ 2-3 ഉള്ളൂ. അത് മാറ്റി മാറ്റി വെള്ളയുടുപ്പാക്കിയാൽ നല്ലതാ, കാരണം ഏതായാലും അറിയത്തില്ലല്ലോ. Praise the Lord. Listen to me. ദൈവവേല തെറ്റതല്ല. എല്ലാവരും ദൈവരാജ്യത്തിലാണ്. ഒറ്റ വാക്ക് പറഞ്ഞു നിർത്താൻ പോകും. എവറിബഡി ഈസ് ഡൂയിങ് ഗോഡ്സ് മിനിസ്ട്രി. ഒരു അമ്മ കിച്ചണിൽ ജോലി, ഗോഡ്സ് മിനിസ്ട്രി. യു ആർ ഡൂയിങ് വർക്ക് ഇൻ പഞ്ചായത്ത് വർക്ക് ചെയ്യുന്നു, ദാറ്റ്സ് ഗോഡ്സ് മിനിസ്ട്രി. യു ആർ പ്രീച്ചിങ് ഗോസ്പൽ, ദാറ്റ്സ് ഗോഡ്സ് മിനിസ്ട്രി. യു ആർ ഡൂയിങ് സം ജോബ്സ്, ദാറ്റ്സ് ഗോഡ്സ് മിനിസ്ട്രി. എന്ത് റോഡിൽ ടാറ് പണി ചെയ്യുന്നതും ദൈവരാജ്യം. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? 18 വർഷം തച്ചപ്പണി ചെയ്തു. തച്ചപ്പണി എന്നാണ് നമ്മൾ പറയുന്നില്ലേ? നമ്മളല്ല യേശുവിനെ ആരാക്കി? ആർക്കിടെക്ട് അല്ല. തച്ചപ്പണി എന്ന വാക്കിന് അരാമായിക്ക് കൊടുത്തേക്കുന്ന കൂലിപ്പണി എന്ന്. എന്താ പണി? യേശു ഏത് പണി ചെയ്തെന്ന? കൂലിപ്പണി ചെയ്തെന്ന്. ആ കൂലിപ്പണി എന്ന വാക്കിന് കൊടുത്ത ഒറിജിനൽ അർത്ഥം പഠിച്ചാൽ ഫുഡിന് വേണ്ടി ജോലി ചെയ്തെന്ന്. ആര്? യേശു. അല്ലാതെ ഇപ്പോൾ കരങ്ങൾ ഒന്ന് നീട്ടിക്കാട്ടെ, ഓ ജീസസ് ഗബ്രിയേലേ. അപ്പൊ ഇപ്പൊ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന എന്തോ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ സ്വർണ്ണപ്പൊടി വീണു, മിറക്കിൾ മണി. ഞങ്ങളുടെ കൂടെ പണ്ടൊരുത്തരുണ്ടായിരുന്നു ഒരു മിറക്കിൾ മണിക്കാരൻ, അറിയാല്ലേ അച്ഛൻ? പഞ്ചായത്തിൽ ആരാണ്ട് അറിയാതെ 50,000 രൂപ ഇവന്റെ അക്കൗണ്ടിൽ എടുത്തിട്ട്, ഇവൻ എന്റെ ദൈവമേ ചർച്ചയിൽ വന്നിട്ട് എനിക്ക് മിറക്കിൾ മണി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അടുത്ത മിനിറ്റിൽ ആ പൈസ എടുത്ത് അവന്റെ ചേട്ടന്റെ പഠിക്കാൻ ഇട്ടു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോ മിറക്കിൾ മണിയുടെ ആള് വീട്ടിൽ വന്നു. മര്യാദക്ക് നീ പൈസ തന്നില്ലേ, നിനക്കിപ്പൊ മിറക്കിൾ കാണിച്ചു. ഇത് ഏത് ദൂതനെ ചീത്ത വിളിക്കുന്നു? അവൻ ഇന്നും മിറക്കിൾ മണി കൊണ്ട് നടപ്പുണ്ട്. എന്തായാലും കെട്ടിയത് ഏതാ നോർത്ത് ഇന്ത്യ, അവിടെ കണ്ടിപ്പം അത് മിറക്കിൾ നടത്തിക്കൊണ്ട് നടക്കുക. ഇപ്പൊ എന്നോട് കഴിഞ്ഞ ചോദിച്ചു, പാസ്റ്റർ നിങ്ങളുടെ കൈ ഒരാളെ അറിയുക, ഞങ്ങളുടെ മീറ്റിംഗിൽ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കൈക്കകത്ത് തിളങ്ങിയെന്ന്. കൈ തിളങ്ങിയെന്ന്. എന്തോ ഗോൾഡ്. ഞാൻ പറയും, എനിക്ക് ഗോൾഡ് ഡസ്റ്റ് വേണ്ട, ഗോൾഡ് ബിസ്ക്കറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ തരാം. അല്ലത് എനിക്ക് അതിൽ കുറഞ്ഞ് വേണ്ടടേ, ഈ ഡസ്റ്റ് മാറ്റോട്ട് ഇപ്പൊ ഇങ്ങനെ തിളങ്ങി നടക്കാൻ. എനിക്ക് ഗോൾഡ് ബിസ്ക്കറ്റ് മതി. ഞാൻ എന്നാ പറഞ്ഞാ, നീ ആ ദൂതനോട് പറയണം ഇത് പൊടിച്ചു തരാതെ കട്ടക്കിടാൻ പറഞ്ഞു. ഭയങ്കര വിലയാണ് ഈ പൊടിച്ചിടാതെ കട്ടക്കിട. എന്നിട്ട് ഇത് പെരുത്തെന്ന് പറഞ്ഞ് നടക്കുക, ഗോൾഡൻ ഡസ്റ്റ്. These all are the abomination in the church today. I want to tell you. ഞാൻ നിങ്ങൾക്ക് ബോധം വരുത്തുക. Leave it. Leave this all nonsense. Follow Jesus Christ. Christ is my miracle.
എന്നോട് കഴിച്ച ഒരാൾ ചോദിക്കുക, പാസ്റ്റർ ഡു യു ബിലീവ് ഇൻ മിറക്കിൾസ്? ഞാൻ പറഞ്ഞു, നോ, ഐ ഡോണ്ട് ബിലീവ് ഇൻ മിറക്കിൾ, ഐ ബിലീവ് ഇൻ ഗോഡ്. നിങ്ങൾ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു? ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാനെന്തിനാ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു? My faith is on my God. He is my provider. He is my protector. He is my all. God is my God. He is my Father. Hallelujah. എന്റെ ദൈവം സ്വർഗ പാട്ടറിയുമോ? സിംഹാസനം തന്നിൽ എന്നെ കനിഞ്ഞെന്നെ ഓർത്തി. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോ എന്റെ ഉള്ളിൽ വന്നൊരു പാട്ട്. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ, കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരനെ നോക്കി. ഞാനിന്ന് രാവിലെ എഴുന്നേറ്റ് ഇത് വായിച്ചിട്ടാണ് ഞാൻ ഈ ഡിവോഷൻ എഴുതിയത്. ഡിവോഷൻ എഴുതാൻ സമയം കിട്ടിയില്ല, ഇച്ചിരി പണിയായിരുന്നു. ഒരു വീഡിയോ 10 മിനിറ്റ് ഇട്ടു. കണ്ടായിരുന്നോ നിങ്ങൾ? ശലോമോനും താമരയും കണ്ടില്ല? ഗ്രൂപ്പിലുണ്ട്, യൂട്യൂബിലും ഉണ്ട്. അത് നോക്കി നീ. ഗ്രൂപ്പിലുണ്ടായിരുന്നു ശലോമോനും താമരയും. എന്നറിയാമോ? ശലോമോൻ ഈസ് ദ ഓൾഡ് കവനന്റ് പീപ്പിൾ, താമര ന്യൂ കവനന്റ്. അതെന്റെ അർത്ഥം. അല്ലാതെ താമരയ്ക്ക് ഫുഡ് കൊടുക്കുന്ന കഥയല്ല. Solomon represents the old covenant, temple system, glory. But Lily represents the new covenant, you people. Hallelujah. ഞാൻ ഇന്ന് 14 പറയാം, 15 നമുക്ക് അടുത്ത ആഴ്ച പറയാം. 14 പറയാൻ നിർത്താം. 14 എന്താണ്? വേഗം പറയാം. യുദ്ധത്തിനൊടുവിൽ ആര് വരുന്നു? മൽക്കിസദേക്ക്. മൽക്കിസദേക്ക് ആരാണ്? യഹോവ, ഞാൻ അവിടെ പോയത് യഹോവയല്ല, യഹോവയുടെ പുരോഹിതൻ എന്നല്ല പറഞ്ഞ, അത്യുന്നതനായവന്റെ പുരോഹിതൻ. എവിടെയാ? ഓൾഡ് കവനന്റിൽ മോസ്റ്റ് ഹോളി, ഹൈ അല്ലെങ്കിൽ മോസ്റ്റ് ഹൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫാദർ ഗോഡ്. യാഹ്വേ, ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ അതാരാണ്? ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, മറക്കല്ലേ? ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഫാദർ ഗോഡ്. ഓക്കെ, അപ്പൊ ഇവിടെ ആരാ വന്നേക്കുന്നത്? യുദ്ധം ഫിനിഷ് ചെയ്തപ്പോ, യുദ്ധം ഫിനിഷ് ചെയ്യാൻ കാരണം എന്താ? യുദ്ധം ഫിനിഷ് ചെയ്ത കാരണം എന്താ? യഹോവ സഹായിച്ചു. റെവലേഷൻ ഞാൻ പറയുന്നത്, യഹോവ സഹായിച്ചു. അതിന്റെ അടയാളമായിട്ട് ആരെ കിട്ടി? യഹോവ സഹായിച്ചു എന്ന് പേരുള്ള എലിയാസിനെ കിട്ടി. ഓക്കെ, യുദ്ധം ഫിനിഷ് ചെയ്തപ്പോ ഹൂ അപ്പിയർഡ്? മൽക്കിസദേക്ക്. Come on. യുദ്ധം ഫിനിഷ് ചെയ്തപ്പോ മൽക്കിസദേക്ക് രംഗത്ത് വന്നു. ഏത് പ്രീസ്റ്റ്ഹുഡ് രംഗത്ത് വന്നു? റോയൽ പ്രീസ്റ്റ്ഹുഡ്. ദ കിങ് ആൻഡ് ദ പ്രീസ്റ്റ്. മൽക്കിസദേക്ക്. അങ്ങനെ മൽക്കി മീൻസ് മൈ കിങ്. മലേക്ക് എന്ന് പറഞ്ഞാൽ കിങ് എന്നാ. മൽക്കി മീൻസ് മൈ കിങ്. സദേക്ക് മീൻസ് റൈച്ചസ്നെസ്. മൈ കിങ് ഈസ് റൈച്ചസ്. ഓ, എന്തൊരു വാക്കാ! എന്റെ രാജാവ് നീതിയുള്ളവൻ എന്ന പേരിൽ ഒരുത്തൻ ഇങ്ങോട്ട് വരിക. അതിൽ എന്തുണ്ട്? അപ്പവും. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അപ്പവും വീഞ്ഞും? യുക്കാരിസ്റ്റ്, ക്രൈസ്റ്റിന്റെ ഡെത്ത് ആൻഡ് റിസറക്ഷൻ, ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. ആരുടെ കയ്യിലിരിപ്പുണ്ട്? യേശു തിരുമേശ സ്ഥാപിച്ചതിന്റെ അന്ന് ഒരു വലിയ കാര്യം പറഞ്ഞിട്ട് പോയി. നമ്മുടെ ആളുകൾ അത് അറിയാതെ കിടപ്പുണ്ട്. അറിയാമോ? പെസഹായുടെ നടുവിൽ നിന്നാണ് അപ്പം എടുത്തതില്ലേ? തിരുമേശയുടെ അർത്ഥം അറിയാമോ നിങ്ങൾക്ക്? തിരുമേശയുടെ അർത്ഥം എന്താ? പെസഹായുടെ നടുവിൽ നിന്ന് ഒരപ്പം എടുത്തു, അവർ വീഴ്ച അപ്പം എടുത്തു. 4 വീഞ്ഞോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 4 കപ്പ് വീഞ്ഞ് മേശപ്പുറത്തുണ്ടായിരിക്കും. 4 കപ്പുണ്ട്. കപ്പ് ഓഫ് സാൽവേഷൻ, കപ്പ് ഓഫ് അഫ്ലിക്ഷൻ, കപ്പ് ഓഫ് റിഡംഷൻ, കപ്പ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. എന്നോടെ പറയാം. 4 കപ്പ് പേര് പറയുന്നു. രക്ഷയുടെ കപ്പ്, കഷ്ടതയുടെ കപ്പ്, വീണ്ടെടുപ്പിന്റെ കപ്പ്, ദൈവരാജ്യത്തിന്റെ കപ്പ്. യേശു എടുത്ത് വാഴ്ത്തി ഇവർക്ക് കൊടുത്തത് 3ാമത്തെ കപ്പ്, വീണ്ടെടുപ്പിന്റെ കപ്പ്. ഇത് അനേകരുടെ പാപങ്ങളുടെ മോചനത്തിനായി ചൊരിയുന്ന പുതുനിയമത്തിനുള്ള രക്തം.
കപ്പ് ഓഫ് റിഡംഷൻ. എന്നിട്ട് യേശു ഒരു വാക്ക് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളോടൊപ്പം, ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങളോട് ഒപ്പം ദൈവരാജ്യത്തിന്റെ പന്തി ഇരിക്കും നാൾ വരെ, ശ്രദ്ധിച്ചേക്കണം, ദൈവരാജ്യത്തിന്റെ പന്തി ഇരിക്കും നാൾ വരെ മുന്തിരിവള്ളിയുടെ അനുഭവം കുടിക്കത്തില്ല. അങ്ങനെയാണ് അവിടെ വേറൊരു വാക്ക് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പം ദൈവരാജ്യത്തിൽ പുതുതായി കുടിക്കും. പുതുതായി കുടിക്കുക, അതാണ് അടിവരം കണ്ടത്. എന്തോന്ന് കുടിക്കുമെന്നായിരുന്നു, വിട്ടേക്കാം. പുതുതായി കുടിക്കും. നമ്മുടെ ചില അച്ചാച്ചന്മാര്, വലിയ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടോ, സ്വർഗത്തിൽ നമുക്ക് കുടിയും തീറ്റിയും കൂടിയും ഉണ്ടെന്ന്. കാരണം യേശു പറഞ്ഞിട്ടുണ്ടോ ദൈവരാജ്യത്തിൽ കുടിക്കുമെന്ന്. ദൈവരാജ്യത്തിൽ തീറ്റിയും കൂടി ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവരാജ്യത്തിൽ യൂറോപ്യൻ ക്ലോസറ്റും കാണും. സത്യമല്ല ഞാൻ പറഞ്ഞു. ഇവിടെ തിന്നിട്ടാ പെട്ടെന്ന് അങ്ങ് പോയത്. എന്നിട്ട് അവിടെയും തീറ്റിക്ക് ഒരു കുറവ്. പക്ഷെ എഴുതി വെച്ചേക്കുന്നത് പുതുതായി കുടിക്കും. എന്തോ പുതുതായി കുടിക്കാന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അർത്ഥത്തിൽ പുതിയതായി കുടിക്കാന്ന് പറയുന്നത് പുത്തനായിട്ട് കുടി. അങ്ങനല്ല. പുതുതായി കുടിക്കുക എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന പദം കെയ്നോസ്. പുതുതെന്ന് വാക്കിന് കെയ്നോസ്. കെയ്നോസ്. ഈ കെയ്നോസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും കേൾക്കണം. കെയ്നോസ്. നമ്മളിവിടെ തിരുമേശ നടത്തുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അപ്പം എടുത്ത് കൊടുക്കും, വീഞ്ഞു കൊടുക്കും, അതിനകത്ത് എന്തൊരു സബ്സ്റ്റൻസ് അല്ലേ ഒരപ്പം എന്ന് പറയുന്നത്? ധാന്യങ്ങൾ കൊണ്ടാക്കിയ ഒരു വേഫർ ഉണ്ട്, വീഞ്ഞു കൊണ്ട് മുന്തിരിച്ചാറ് ഉണ്ട്, അല്ലേ? ഇത് രണ്ട് ഫിസിക്കൽ അല്ലേ? പുതുതായി കുടിക്കാന്ന് പറഞ്ഞാൽ എന്തോ? കെയ്നോസ് എന്ന് പറഞ്ഞാൽ എന്താ? കെയ്നോസ് എന്ന വാക്കിനർത്ഥം പറയാൻ പോവാ. കെയ്നോസ് മീൻസ് ന്യൂ നേച്ചർ, പുതിയ സ്വഭാവത്തോടെ, ന്യൂ ക്വാളിറ്റി, മറ്റൊരു ക്വാളിറ്റിയോടെ, മറ്റൊരു ഫോമിൽ. ഒന്നുകൂടെ പറയാം, ഡിഫറെന്റ് ക്വാളിറ്റി, ഡിഫറെന്റ് ഫോം, ഡിഫറെന്റ് നേച്ചർ. ഇപ്പൊ നിങ്ങളുടെ കയ്യിരിക്കുന്ന പാത്രത്തിന് എന്തുണ്ട്? അത് ഫിസിക്കലാണ്. പക്ഷെ ഞാൻ ദൈവരാജ്യത്തിൽ ഡിഫറെന്റ് ഫോമിലാ കുടിക്കാൻ പോകും. ഡിഫറെന്റ് ക്വാളിറ്റിയിലാ കുടിക്കാൻ പോകുന്നത്. ഡിഫറെന്റ് നേച്ചർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കുടിക്കുന്നതാണ് ഇപ്പോഴത്തെ കുടി. കിങ്ഡം ഓഫിലെ കുടി ഈ കുടിയല്ല. ഡിഫറെന്റ് നേച്ചർ, ഡിഫറെന്റ് ക്വാളിറ്റി, ഡിഫറെന്റ് ഫോം. വേറൊരു ഫോമിൽ കുടിക്കുക. ആഹാരം നന്നായിട്ട് കഴിക്കാൻ അറിയാത്ത കഴിക്കാത്ത ആളുകൾക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചെയ്യുന്ന കാര്യം എന്താ? ട്രിപ്പ് ഇടൂലേ? അപ്പം വായിക്കൂടല്ലിയുടെ സാധാരണ കുടിക്കണ്ടേ? എന്തിനാടാ? എനിക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ളൊരു സാധനം പറയാം, ഇഞ്ചക്ഷൻ കഴിപ്പിക്കണം. ഇത്രയും വലിയ തടിയനായടാ, നിനക്ക് നാണമില്ലയോടാ ചോദിക്കും. അയ്യോ, ഇത് കൊണ്ടുവരുമ്പോ ഇതൊക്കെ കൊണ്ടുവരുമ്പോ എനിക്ക് സദാം ഹുസൈനിലെ സ്കഡ് മിസൈലോട്ട് വരുന്ന പോലെ എനിക്ക് തോന്നും. സത്യം പറഞ്ഞാൽ ഒന്നുമില്ലല്ലേ. പണ്ടൊരിക്കൽ എനിക്ക് ഡങ്കുപ്പനി വന്നു. ഡങ്കു എന്നല്ലേ? ഡെങ്കി. ഓ, പേര് ഓർമ്മ പോട്ടെ. ഡെങ്കിപ്പനി. ഇത് വന്നപ്പോ കൗണ്ട് പോയി. അത് സാധാരണമല്ല. ഇവിടെ SK ഹോസ്പിറ്റലിൽ ചെന്നപ്പോ കാണാൻ എന്റെ കൗണ്ട് 10,000 ആയി. സത്യമോ കള്ളം പറയുന്നില്ല. ഈ 5 പേര് വരുമ്പോ 5000 വരുന്ന എന്ന് പറയുന്ന ആളല്ല ഞാൻ, ഉള്ളതാണ്. 10,000 ആയി. ഇതങ്ങോട്ട് റിപ്പോർട്ട് വരികയും ഞാൻ നോക്കുമ്പോ എന്റെ പുറകിൽ വീൽ ചെയർ, കുറെ പേര് എമർജൻസി പിടിച്ച് പെട്ടെന്ന് കൊണ്ട് ICU വിട്ട് ഇവിടെ എല്ലാം ട്യൂബ് എടുത്തിട്ട് ഓക്സിജൻ ഇപ്പൊ തീരും. 10,000 ആയി. ഇപ്പൊ ബ്ലീഡിംഗ് ഉണ്ടാവും. ഞാൻ നോക്കിയപ്പോ കാണാം വെള്ളമായിട്ട് എല്ലാം കൂടെ എന്റെ അടുത്തിരിക്കുന്നു. ഉള്ള ട്യൂബെല്ലാം കൂടെ വെച്ച് ഇത് എന്തോ ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം. അവര് വീട്ടിൽ പോകണമെന്നോ? നമ്മൾ പോണം, എനിക്ക് വീട്ടിൽ പോകണം. എന്നെ രൂപ ഒരിക്കലാണോ? എനിക്ക് പോകണോ വീട്ടിൽ? എന്റെ പൊന്ന് താറാൻ, നിങ്ങളും ചത്തുപോകും. 10,000 ഉള്ളു നിങ്ങളുടെ. ഒരു 2 ലക്ഷത്തിൽ കിടക്കുന്നത് 10. അറിയാം, 10,000 ഭയങ്കര ഡേഞ്ചറാണ്. ഐസ് പിടിച്ചിട്ടെന്ന് തന്നെ ഞാൻ ഇറങ്ങി വലിച്ചു കൂടി കാതിട്ട് ഇറങ്ങി. എനിക്ക് അറിയത്തില്ല, എന്തോ വിശ്വാസം അറിയത്തില്ല. എന്റെ ദൈവം തമ്പുരാന്, ചത്തുപോഞ്ഞ ഭാഗ്യം. നേരെ ഇവിടുന്ന് വീട്ടിൽ ചെന്ന്, ഇവിടെ നിന്നില്ല, നേരെ എന്റെ കൊല്ലൂർ പോയി. അപ്പൻ്റെ അവിടെ അമ്മയുടെ ഒക്കെ പോയി അവിടെ ചെന്നു. എന്താണ് രാത്രിയിൽ എനിക്കിത് അറിയത്തില്ല, ഇതിന്റെ സീരിയസ്നെസ് അറിയത്തില്ല. രാത്രി തലേം കറങ്ങി താഴെ വീടെല്ലാം കൂടെ പോക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ കാണാൻ 15 അങ്ങോട്ട് ആയതുകൊണ്ട് ഇയാൾ ജീവിച്ചിരിപ്പോണ്ടെന്ന് എന്നോട് ചോദിക്കും. ഈ ഗുണമസ്ഥ ലാവിൽ ചോദിക്കും, ഇവൻ ചത്തില്ലയോ ഇയാൾ അവിടെ ലാവിനാവുന്ന ചോദ്യം. ഞാൻ ഇത്രയ്ക്ക് വലിയ സീരിയസ് ആണോ? പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, എനിക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നില്ല,
എന്തോ ഒരു പനിയുണ്ട്. അവസാനം അവിടെ ഇട്ട് ഈ കയ്യെ സാധനം കുത്തുക. ഞാൻ ഡിഫറെന്റ് ഫോം പറയാൻ വന്നതാ. അപ്പൊ സാധാരണ ഇത് അത് ആ മരുന്ന് ഭയങ്കര ഇടുമ്പോൾ ഭയങ്കര പെയിനാ. ഇതിനകത്ത് നമ്മുടെ വെയിലൂടെ കയറുമ്പോൾ ഭയങ്കര വേദനയുണ്ട്. ഓ, ഞാൻ അവരെണ്ണ കൊണ്ട് കുത്തിയിട്ട് ഇങ്ങനെ ഒന്ന് വെക്കുമ്പോഴത്തേനും അയ്യോ ഭയങ്കര വേദന. പെങ്ങളാണ് നേഴ്സ്. അപ്പൊ പെങ്ങളത്ത് പറയുന്നൊരു മര്യാദ ഉണ്ടല്ലോ. അവളെ 2 വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല, മറ്റേന്ന് പറഞ്ഞാൽ പിന്നെ പീഡന കേസിന് അതുകൊണ്ട് ഞാൻ എന്റെ പെങ്ങളുണ്ട് അവളെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുക. അവസാനം പറഞ്ഞ് മനുഷ്യ അച്ഛച്ച ഒന്നും മിണ്ടാടക്ക്. അവസാനം ഈ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ ഒരു സാധനം, ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ കൊച്ചു കുഞ്ഞുങ്ങളില്ലേ, ബേബീസ് ഇല്ലേ, ബേബീസിന് ഇടുന്ന കാനില്ല, ബട്ടർഫ്ലൈ കാനില്ല. ആ ബട്ടർഫ്ലൈ കൊണ്ടുവന്ന് ഇവിടെ പിടിച്ചു. ഒരു പോത്ത് പോലെ വളരാൻ എന്റെ കൈ കിടക്കുന്നതാണ് ബട്ടർഫ്ലൈ. ഡയറക്റ്റ് കുത്തിവെക്കാതെ മറ്റേ സാധനത്തിനകത്ത് അത് മെഡിസിൻ അതിനകത്താക്കി ഡ്രോപ്പായിട്ട് അടിച്ചു കയറ്റുന്നു. ഇങ്ങനെ അകത്ത് വായിലൂടെ കൊടുക്കുന്നതിന് പകരം അപ്പൊ ഞാൻ പറഞ്ഞു, എടി നീ ഇതിനകത്തൂടെ കുത്തത് അണ്ണാക്കിലൂടെ ഒന്ന് ഞെക്കിയാ പോരാ, എന്തിനാ എടാ ഞാൻ ഓപ്പണായിട്ട് പറയാം, നമ്മുടെ നാട്ടുഭാഷ ഇടി ആദ്യം ആശ്രയിച്ച് എടുത്ത് ആന്ന് വെച്ചാൽ ഞാൻ അങ്ങ് വിഴുങ്ങത്തില്ല. ഇത് എന്തായാലും ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒക്കെ പോകും. തമാശയല്ല, എന്തോ ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ ഇത് ഡിഫറെന്റ് ഫോമാ. അപ്പൊ കർത്താവ് പറയുന്നത്, മക്കളെ ഇപ്പം നിങ്ങൾ തിരുമേശ ഭക്ഷിക്കുന്നില്ലേ, കിങ്ഡം ഓഫ് ഗോഡ് വരുമ്പോ ഇങ്ങനല്ല നിങ്ങൾ ഭക്ഷിക്കാൻ പോകും. ഇത് കേരളത്തിൽ ഒരുത്തരും മനസ്സിലായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഇന്നും അവൻ കപ്പടിച്ചോണ്ടിരിക്കുക, കർത്താവ് ഏൽപ്പിച്ച ഓർത്ത അങ്ങ. പക്ഷെ കിങ്ഡം ഓഫ് ഗോഡിൽ വരുമ്പോ യു ആർ ഗോയിങ് ടു ഹാവ് ഇൻ എ ഡിഫറെന്റ് ഫോം. ഓഹോ ഹല്ലേലൂയ. അവൻ വരുന്നത് വരെ ഇത് മരണത്തെ ഓർമ്മിപ്പിക്കും. വരുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ ഭക്ഷിച്ചോണം. വന്നു കഴിഞ്ഞാൽ അവൻ നിങ്ങളുടെ തലയായി മാറും, നിങ്ങൾ അവന്റെ ഉടലായി മാറും. ആമേൻ. പിന്നെ ആഴ്ചയിൽ കൂടി വരുമ്പോൾ അല്ല നിങ്ങൾ ഇതിന്റെ പങ്കാളിയാകുന്നത്, 24 മണിക്കൂറും നിങ്ങൾ ഈ ജീവന്റെ പങ്കാളിയായി മാറും. ആമേൻ. ഡിഫറെന്റ് ഫോം. നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ അവന്റെ രക്തവും അവന്റെ ശരീരവും ഭക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത്. അവന്റെ വചനമാണ് അവന്റെ ശരീരം. ആമേൻ. In a different form, in a different quality, in a different nature, we are having that. മൽക്കിസേദെക്ക് രംഗത്ത് വന്നോ? മൽക്കിസേദെക്ക് രംഗത്ത് വന്ന് എപ്പോഴാണ്? യുദ്ധം കഴിഞ്ഞപ്പോഴല്ലേ? ഒറ്റ കാര്യോടെ പറഞ്ഞ് നമുക്ക് നിർത്താം. നിങ്ങൾ ആദ്യം ഈ 4 രാജാക്കന്മാരെ കുറിച്ച് മാത്രം ചിന്തിച്ചാലോ നമുക്ക്? ജസ്റ്റ് ഗോ. ആദ്യത്തെ 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ അത് വായിക്കുമ്പോൾ സൂക്ഷിച്ചു വായിച്ചില്ലെങ്കിലോ മുഴുവൻ അക്ഷരത്തെറ്റായിരുന്നു. ഞാനൊക്കെ പെട്ടെന്ന് വായിച്ചു വിടാ, മൂളി വായിക്കുന്ന വാക്കുകളാണ് അതൊക്കെ. നോക്കി, 14-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ. ഈ 4 രാജാക്കന്മാരുടെ പേരുകളാണ്. ശിനാർ രാജാവായ അമ്രാഫേൽ, എലാസാർ രാജാവായ അര്യോക്ക്, ഏലാം രാജാവായ അയ്യോക്കല്ല അര്യോക്ക്, മേടി ഒരു കുത്തുണ്ട്, അര്യോക്ക്. അടുത്തത് ഏലാം രാജാവായ കെദോർ ലായോമെർ. നമുക്ക് പിരിച്ചെഴുതാം, അതാ നല്ലത്. അടുത്തത് ജാതികളുടെ രാജാവായ തീദാൽ എന്നിവരുടെ കാലത്ത് ഇവർ സോദോം രാജാവായ ബേര, ഗൊമോര രാജാവായ ബിർഷ, ആത്മാ രാജാവായ ശിനാബ്, സെബോയിം രാജാവായ ശെമേബർ, സോവർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. ഇവരെല്ലാവരും സിദ്ദീം താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അതിപ്പോൾ ഉപ്പുകടലാകും. ഉപ്പുകടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാവുകടൽ. ഇവരെല്ലാം അവിടെ കൂടിയിട്ട് 4 പേരോട്. ഈ 4 രാജാക്കന്മാരുടെ പേര് നോക്കി. ഒന്നാമത്തെ രാജാവ്, ശ്രദ്ധിച്ചു നോക്കൂ, ഒന്നാമത്തെ രാജാവ്. എല്ലാവരും കേൾക്കും. ഒന്നാമത്തെ രാജാവ് ആരാണ്? അമ്രാഫേൽ. എവിടുത്തെ ആളാണ്? ശ്രദ്ധിക്കരുത്, വെരി ഇമ്പോർട്ടന്റ്. ഇതൊരു വലിയ റെവലേഷൻ ആയത്. ഇത് ചുമ്മാ കഥയല്ല, റെവലേഷൻ. അമ്രാഫേൽ ഫ്രം വേർ? ശിനാർ. ഉൽപ്പത്തി 10:10 നോക്കിയേ. ഉൽപ്പത്തി 10:10. മഹാദൈവത്തിന് സ്തോത്രം. അവരുടെ രാജ്യത്തിന്റെ ആരംഭം ശിനാർ ദേശത്ത് ബാബേൽ, ഏരക്, അക്കാദ്. അപ്പൊ ശിനാർ ദേശം എവിടെ ഉള്ളതാണ്? ബാബേല്. അപ്പൊ ബാബേൽ രാജാവ് എന്ന് പറയാലോ ശിനാർ. നിങ്ങൾക്കറിയുമോ ഇസ്രായേലിനെ, നിങ്ങൾ കണ്ടത് വളരെ ഇമ്പോർട്ടന്റ്. ഇസ്രായേൽ എന്ന ജനത എത്രാം നാളിലെ സൃഷ്ടിയാ? നമ്മുടെ കവനന്റ് ക്രിയേഷൻ അനുസരിച്ച്, ഞാനിവിടെ പറഞ്ഞിട്ടില്ല, 4-ാം നാളിലെ സൃഷ്ടിയാ കവനന്റ് ക്രിയേഷൻ. അതായത്
ഇസ്രായേൽ എത്ര നാളിൽ സൃഷ്ടിയ? 4-ാം നാൾ. 4-ാം നാളിൽ എന്തോ ദൈവം ഉൽപ്പത്തി സൃഷ്ടിച്ച്? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. അപ്പൊ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾ ആരെ കാണിക്കുന്നു? യാക്കോബും യാക്കോബിന്റെ ഭാര്യയും 12 മക്കളും. അപ്പൊ ഇസ്രായേൽ ഗ്രഹമാണ് 12 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും. അപ്പൊ 4-ാം നാളിലെ സൃഷ്ടി എന്തിനെ കാണിക്കുന്നു? ഇസ്രായേൽ. 5-ാം നാളിലെ സൃഷ്ടി എന്താണ്? കടൽ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ, തിമിംഗലങ്ങൾ, ആകാശത്തിലെ പറവകൾ. അപ്പൊ പറക്കുന്നതും നീന്തുന്നതും ഏതാ? ഈ പറവ ഏതാ? പറക്കുന്നവ. നീന്തുന്നത് ആരാണ്? മത്സ്യങ്ങളും തിമിംഗലങ്ങളും. ഓക്കെ, എല്ലാവരും കേൾക്കണേ. 4-ാം നാള് ഇസ്രായേലിന്റെ നാളാണ്. 5-ാം നാള് ആകുമ്പോൾ ആരെ വന്നു? സമുദ്രം വന്നു, തിമിംഗലം വന്നു, പറവകൾ വന്നു, മത്സ്യങ്ങൾ വന്നു. വളരെ ഇമ്പോർട്ടന്റ്. വൈ ഗോഡ്, ഞാൻ എപ്പോഴും പറയട്ടെ, എന്തുകൊണ്ട് ദൈവം, ചോദ്യം തരാം, എന്തുകൊണ്ട് ദൈവം 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ചില്ലേ? പോഷിപ്പിച്ചു. അപ്പം മാത്രം 12 കൊട്ട നിറച്ചെടുക്കാൻ പറഞ്ഞു. ഒരു 5 കൊട്ടയെങ്കിലും മീൻ എടുക്കാൻ പറഞ്ഞു. എന്താ മീൻ എടുക്കാൻ പറഞ്ഞു? ഗുഡ് ക്വസ്റ്റ്യൻ. 12 കൊട്ട അപ്പം നിറച്ചെടുക്കാൻ പറ്റും, പക്ഷെ മീൻ ശേഷിച്ചെടുക്കാൻ പറഞ്ഞില്ല. എന്തുകൊണ്ടാ? അല്ല, അത് ശരിയാ, ഒരു സൈഡ് ശരിയാ. അവസാനത്തെ ആൻസർ ആണ്. ആൻസർ പറയാ, അപ്പം യഹൂദനെ കാണിക്കുന്നത് പുൽപ്പുറങ്ങളിൽ അവരെ ശേഖരിക്കുന്ന. ഞാൻ എന്റെ ഇടയന്മാരെ അയച്ച് നിങ്ങളെ എവിടെ ശേഖരിക്കും? പുൽപ്പുറങ്ങളിൽ ശേഖരിക്കും. അതിന്റെ തെളിവായിട്ട് ഇവരെ എവിടെ തിരഞ്ഞെടുത്തു? ദൈവം എന്ത് ചെയ്തു? ആ അപ്പത്തെ പെറുക്കിയെടുക്കാൻ പറഞ്ഞു. എന്തുകൊണ്ട് മത്സ്യത്തെ പെറുക്കിയെടുക്കാൻ പറഞ്ഞില്ല? ക്രിസ്തു വന്നത് കാണാതെ പോയ ഇസ്രായേലിലെ ആടുകൾക്ക് വേണ്ടിയാണ്, അല്ലാതെ സമുദ്രത്തിലെ മത്സ്യങ്ങൾക്ക് വേണ്ടിയല്ല. 12 ഗോത്രങ്ങൾക്ക് വേണ്ടിയാ വന്നത്. 12 അപ്പോസ്തലന്മാർ. യേശു ക്രിസ്തു വന്നത് ആ മത്സ്യം എന്തിനാ കാണിക്കുന്നത്? ജാതികളെ ശേഖരിക്കണ്ട, ജാതികളെ ശേഖരിക്കണ്ട. പക്ഷെ ആരെ ശേഖരിക്കണം? യഹൂദനെ ശേഖരിക്കണം. ഇന്ത്യയിൽ പോയി അരിക്കണ്ട, പക്ഷെ യഹൂദനെ അരിച്ചെടുത്തോണ്ട് പോക്കണം. ഓ മൈ ഗോഡ്. അപ്പൊ മത്സ്യം എന്തിനെ കാണിക്കുന്നു? ജാതിയെ കാണിക്കുന്നു. ഈ 4-ാം നാളിലെ സൃഷ്ടി എവിടെ അവസാനിച്ചു? 5-ാം നാളിലെത്തി. 5-ാം നാളിലെത്തി ആരുടെ കൈ വീണു? ആദ്യത്തെ തിമിംഗലം, ഈജിപ്റ്റ് എന്ന തിമിംഗലം. അതെവിടെ കിടക്കുന്നു? നൈൽ നദി കിടക്കുന്ന നദീഹ. രണ്ടാമത്തെ തിമിംഗലം ആരാ? ബാബേൽ രാജാവ്, അതും തിമിംഗലോ. ബഹമോത്ത്, ലെവിയാദാൻ, കേട്ടിട്ടില്ല ഇതൊക്കെ? ആരുടെ കയ്യിൽ ലഭിച്ചു കൊടുത്ത ദൈവം? ബാബേൽ രാജാവിന്റെ ലഭിച്ചു. അപ്പൊ ആദ്യത്തെ മിസ്രൈമിൽ നിന്ന് വന്ന് ഉടമ്പടി വന്ന ശേഷമുള്ള ആര് യുദ്ധം നടത്തുക? അബ്രഹാം. വെരി ഇമ്പോർട്ടന്റ്. എബ്രഹാം യുദ്ധം നടത്തുക ആരോട്? ഈ 4 പേർക്കെതിരെ. ഈ 4 പേര് ആരെ കാണിക്കുന്നു? ഈ 4 രാജാക്കന്മാർ അബ്രഹാമിന്റെ പുത്രന്മാരായ ഇസ്രായേലിന് നേരെ അവരെ അടിമപ്പെടുത്തുവാൻ വരാൻ പോകുന്ന ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലെ 7-ാം അധ്യായത്തിലെ 4 രാജാക്കന്മാർ, 4 സാമ്രാജ്യങ്ങൾ. സ്വോത്രം എന്ന് പറഞ്ഞാൽ ബാബിലോൺകാർ ഇവരെ കൊണ്ടുപോകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവരെ കൊണ്ടുപോകുമെന്ന് ആർക്കറിയാം? അബ്രഹാമിനറിയാം. ഏതിനെ കൊണ്ടുപോകും? ഉടമ്പടിയുടെ മകനായ ലോത്തിനെയും കുടുംബത്തെയും ഇവര് കൊണ്ടുപോകുമെന്ന് അബ്രഹാമിനറിയാം. അപ്പൊ 1-ാമത്തെ രാജ്യം ഏതാണ്? ബാബിൽ രാജ്യം. ഈ ഏത് ദേശത്തെ കാണിക്കുന്നു? ശിനാർ ദേശം. ഓക്കെ. 2-ാമത്തെ നോക്കിയേ. അറിയോക്ക് ഇല്ലേ? അറിയോക്ക് മീൻസ്, അറിയോക്ക് എന്ന വാക്കിന്റെ അർത്ഥം ലയൺ ലൈക്ക് എന്നാണ്, സിംഹത്തെ പോലെ എന്നാണ്. ഓ വെരി ഇമ്പോർട്ടന്റ്. ഇതൊരു റെവലേഷൻ നോക്കി. അറിയോക്ക് എന്ന വാക്കിന്റെ അർത്ഥം സിംഹത്തെ പോലെ. നമ്മുടെ ദാനിയേൽ കണ്ട സ്വപ്നത്തിൽ ബാബേൽ രാജാവ് ആരാ? സിംഹോ? ഇയാളാരാ? അരിയോക്കാരാ? സിംഹത്തെ പോലെ. അപ്പം ബാബേൽ രാജ്യത്തെ തകർത്ത് ആ സാമ്രാജ്യത്തെ പിടിച്ചടക്കിയ അടുത്ത രാജാവ് മേദ്യ പേർഷ്യ. ആരെ പോലെ തന്നെ? സിംഹത്തെ പോലെ. ബാബിലോണിനെ പോലെ എന്നതിന്റെ അർത്ഥം. കീഴ്പ്പെടുത്താൻ വന്നവൻ. മെദെസൻ
പേർഷ്യ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനി ഈ മേദ്യ പേർഷ്യ എന്ന് പറയുന്ന ഈ ഇദ്ദേഹത്തിന് ആ നാടിന്റെ പേരെന്ന് വായിച്ചേ. അത് എവിടുത്തുകാരനെന്ന് പറഞ്ഞ് എലാസാർ എന്ന വേർഡ്, ആ സ്ഥലം ഊർ ദേശവുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും കേൾക്കണം. ബാബിലോൺ എവിടാ? എല്ലാവരും ഇവിടെ ഉണ്ടോ പ്രിയരെ? ബാബിലോൺ എവിടാ? മെസപ്പൊത്തോമിയ. ആ മെസപ്പൊത്തോമിയയുടെ തന്നെ അടുത്തുള്ള സ്ഥലമാണ് ഊർ. ആ ഊറിലെ രാജാവാണ് അറിയോക്ക്. അറിയോക്കും എവിടെ നിന്നുള്ള ആളാ? അപ്പൊ മേദ്യ പേർഷ്യ കാണിക്കുക. മേദ്യ പേർഷ്യ എവിടാ? മേദ്യ എവിടാ? ഇറാൻ. ഇറാൻ എവിടെയാ? ഈ ബാബിലോണിനടുത്ത. ബാബിലോൺ തന്നെ ഇറാൻ. ഹലോ, ഇറാഖില. പിടികിട്ടുന്നതിന്, അതായത് കുറെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്ന കാര്യം ഇവിടെ അതിന്റെ മിനിച്ചർ യുദ്ധം നടക്കുക. ഈ റെവലേഷൻ ദൈവം എനിക്ക് മെനഞ്ഞാൻ തന്നു. ഇത് തരാൻ കാരണം 15-ാം അധ്യായം. 15-ാം അധ്യായത്തിൽ ഇതുണ്ട്. 15-ാം അധ്യായത്തിൽ ഇത് കൺഫേം ആയത്. യേശുവിന് മഹത്വം. ഇപ്പൊ നമ്മൾ യുദ്ധം പഠിക്കാം, നാളെ യുദ്ധത്തിന് അവസാനം പഠിക്കാം. അടുത്ത ആഴ്ച എനിക്ക് തോന്നുന്നു ഈ ഒരു റെവലേഷൻ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ പോയി 15 വായിച്ചു നോക്കും. സംതിങ്. അപ്പൊ രണ്ടാമത്തെ രാജാവ് അരിയോക്ക്. അരിയോക്ക് ഇസ് ഫ്രം ഊർ ഇസ് ഫ്രം ഇറാൻ. ഇറാൻ ഇസ് മേദ്യ പേർഷ്യ. ഇറാൻ ആൻഡ് ഇറാഖ് ആണ് മേദ്യ പേർഷ്യ. ഹലോ, അരിയോക്ക് ഇസ് ഫ്രം മേദ്യ പേർഷ്യ. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ മക്കൾ ആരുടെ അടിമയാകാൻ പോകുന്നു? ലോത്ത് ആരാ ഇവിടെ? റമനൻ, ഉടമ്പടിയിലെ ശേഷിപ്പാണ്. അവനെ ആര് പിടിച്ചോണ്ട് പോകാൻ പോകുന്നു? മേദ്യ പേർഷ്യയുടെ കീഴിലാകാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന തന്റെ സ്വന്തം കൊച്ചുമക്കൾ ഭാവിയിൽ ബാബിലോൺ അടിമയാകും, മേദ്യ പേർഷ്യക്ക് അടിമയാകും. ഹല്ലേലൂയ. മൂന്നാമത്തെ രാജാവിന്റെ പേര് നോക്കിക്കേ. കെദാർലയോമാർ. അദ്ദേഹത്തിന്റെ പേര് ലെഖ്മാർ. ലെഖ്മാർ മീൻ കെദോർ ലഹോമാർ എന്ന വാക്കിന്റെ അർത്ഥം സെർവന്റ് ഓഫ് ലെഖ്മാർ. എഴുതി വെക്കണേ, സെർവന്റ് ഓഫ് ലെഖ്മാർ. ലെഖ്മാർ എന്ന് പറയുന്ന ഡീറ്റിയുടെ ദാസൻ. ലെഖ്മാർ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ദൈവമാണ്. ഒരു പേർഷ്യൻ ദേവതയുടെ പേരാണ് ലെഖ്മാർ. പേർഷ്യ എവിടാണ്? അപ്പൊ മേദ്യ പേർഷ്യ കഴിഞ്ഞാൽ തൊട്ടടുത്ത് ആരാ വരുന്നത്? ഗ്രീക്ക്. അവരും വന്നത് എവിടെ നിന്നാ? ഇതേ സ്ഥലത്ത് നിന്നാണ്. ഈസ്റ്റ് വെസ്റ്റ്. ഇവരുടെ പ്രശ്നം പറയാം, ഇവർ വന്നപ്പോ മുഴുവൻ കിഴക്കും പടിഞ്ഞാറും ഒക്കെ ഇങ്ങനെ കവർ ചെയ്ത് വന്ന രാജ്യമായി മാറി ആര്? ഗ്രീക്ക് സാമ്രാജ്യം. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞത്? ഇവിടെ ഞാനിത് പറയുന്ന കാരണം ന്യൂ കവനന്റിന്റെ റെവലേഷൻ ഇവിടെ എല്ലാം ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ന്യൂ കവനന്റിന്റെ റെവലേഷനാ നമ്മൾ നേരത്തെ പറഞ്ഞ മൽക്കിസദേക്ക്. പക്ഷെ മൽക്കിസദേക്ക് വരുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കണം? ഈ 4 രാജാക്കന്മാരുടെ യുദ്ധം കഴിയണം. അടിമത്തം കഴിയണം. അവിടുന്ന് വെളിയിൽ വരുന്നവനെ ശുശ്രൂഷിക്കാനാണ് നമ്മുടെ മൽക്കിസദേക്ക് എന്ന രാജാവ് വരുന്നത്. ദാറ്റ് ഈസ് എ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. കമോൺ. യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിൽ കയ്യിൽ അപ്പവും മീനും ഉണ്ടോ? യഹൂദ ഗോത്രത്തിലല്ലേ വന്നേ. പക്ഷെ രണ്ടാമത്തെ വരവിലോ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ പ്രത്യക്ഷനാവും. സെക്കൻഡ് കമ്മിങ് ഈസ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ദ പ്രീസ്റ്റ് മൽക്കിസദേക്ക്, ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ പേരെന്ന് വായിച്ച മോനെ എന്റെ വായി ഇതോടാ. കെദോ ലയോമാർ. അയാൾ ആരാണ്? ഗ്രീക്ക് സാമ്രാജ്യ, ഗ്രീസ്, അലക്സാണ്ടർ. ഇത് ഞാൻ അടുത്ത ആഴ്ച കൺഫേം ചെയ്യാം. അത് കൺഫേം ചെയ്യും. അവസാനത്തെ രാജാവ് നോക്കിയേ, തിബാൽ കിങ്. അതിന്റെ അർത്ഥം ഗ്രേറ്റ് സൺ, വലിയ മകൻ. അത് ഏത് രാജ്യക്കാരനാന്ന് നോക്കിയേ? ജാതികളുടെ രാജാവ്. ജാതികൾ എന്നതിന് കൊടുത്തിരിക്കുന്ന പദം ഗോയിം. കിങ് ഓഫ് ഗോയിം. ഗോയിം മീൻ നേഷൻസ്. എല്ലാവരും കേൾക്കാം. എന്താണ് നേഷൻസ്? രാജ്യങ്ങളുടെ രാജാവ്. അതാരാ? റോമാണ് രാജ്യങ്ങളുടെ രാജാവ്. റോം ഒരു സ്ഥലത്തിന്റെ പേരല്ല. റോം എല്ലാ രാജ്യങ്ങളെ ഒരുമിച്ച് ഭരിച്ച സാമ്രാജ്യമാണ്. ബാബേൽ സാമ്രാജ്യം ബാബേലില്ല, മേദ്യ പേർഷ്യയില്ല. ഗ്രീക്ക് വന്നപ്പോ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തു.
അപ്പൊ റോം വന്നപ്പോ ഓൾ നേഷൻസിന്റെ രാജാവായി. അങ്ങനെയാണെങ്കിൽ ഈ 4 രാജാക്കന്മാർ ആരെ കാണിക്കുന്നു? ബാബിലോൺ, മേദിയ പേർഷ്യ, ഗ്രീക്ക് ആൻഡ് റോം. ഈ 4 പേരുടെ കയ്യിൽ നിന്നാണ് ആര് രക്ഷപ്പെടുന്നത്? ഏബ്രഹാം, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. The war happened AD 70 ആണ്. നമ്മളെല്ലാം AD 70 പറഞ്ഞ് ചീത്ത വിളിക്കുക. ചേട്ടായി AD 70 എന്ന് പറയുന്നത് വെറും 70 അല്ല ചേട്ടായി, നിങ്ങൾ താഴമുണ്ട്. All Bible shows the reality of that mission, the reality of that. എല്ലാം കേട്ടോ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ നാലാമത്തെ ദിവസത്തെ സൃഷ്ടി 5-ാം ദിവസത്തെ കടലിൽ പോയി ഇല്ലേ? ഈ കടലിൽ നിന്ന് വീണ്ടെടുക്കുന്ന ആരാ? ബാബിലോണിൽ നിന്ന് ആരാ വീണ്ടെടുക്കാൻ പറയണ്ടേ? മൽക്കിസദേക്ക് വരണോന്നേ. ഹലോ, മത്തായിയുടെ സുവിശേഷം വായിച്ചിട്ടുണ്ടോ എത്ര പേര്? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന് 1 മുതൽ 17 വരെ വായിച്ച ആരെങ്കിലും ഉണ്ടോ? ക്ഷമയോടെ വായിച്ചോ. മൊത്തം എന്തുവാ പേരല്ലേ. അവസാനം വായിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14 തലമുറ, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവോളം 13-14 തലമുറ മാറിക്കുമോ. മിക്കവാറും അച്ഛനാവേണ്ടി വരില്ലേ? എവിടെന്നാ ക്രിസ്തു വന്നേ? ഫ്രം ബാബേൽ മുതൽ ക്രിസ്തുവോളം. അർത്ഥം എന്താ? Christ came to deliver the people from the exile of Babylon. Jesus mighty name. എന്ത് മനോഹരോ ബൈബിളിന്റെ അടുക്കും ചിട്ടയും. Came to this world as a Melchizedek, royal priest. കയ്യിൽ അപ്പൂവിഞ്ഞുമല്ല, തന്റെ സ്വന്തം ശരീരവും രക്തവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊന്ന് അദ്ദേഹം 2 വാക്ക് ഞാൻ പറഞ്ഞു, എപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു നിർത്താം. മൽക്കിസദേക്ക് പറഞ്ഞ 2 കാര്യം. അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവൻ. വെറുതെ ഒന്നുമല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി പ്രിയമകൻ ദൈവം അവനെ മാനിച്ചു. മാനിച്ചു, വീസ കിട്ടിയത്. 9 രാജ്യത്തിന്റെ സമ്പത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം. എടാ പൊന്നുവാനെ അജി ഇല്ലേ? ഡാനി, നീ ആയിരുന്നു ആ കൊള്ളക്കൂട്ടത്തിന്റെ അണ്ണുണ്ടായിരുന്നു? നിന്റെ പോക്കറ്റ് നിറച്ച് എന്ത് കണ്ടായിരുന്നു? സത്യം പറ. ഞാനായിരുന്നെങ്കിൽ അബ്രഹാം കാണാതെ കുറെ ഇസ്കിയായിരുന്നു. ഇസ്ക എന്ന് വാക്കിന്റെ അർത്ഥം എന്തോ? ഇസ്ക. അതുകൊണ്ടാണ് ദൈവം ഇസ്കറിയോത്ത് യോധാന്ന് പേരിട്ടില്ലേ യൂതയ്ക്ക്? ഇല്ല, യൂതയുടെ പേരെന്തോ? ഇസ്കരിയോത്ത്. അവൻ പൈസ ഇടയ്ക്കിടയ്ക്ക് ഇസ്കുന്നത് കൊണ്ട് അവന് എടി 9 രാജ്യത്തിന്റെ സമ്പത്ത് കൂമി. ഇന്നത്തെ പോലല്ല. സ്വർണവും വെള്ളിയും മുത്തും രത്നങ്ങളും വാരി കൂട്ടിക്കിടക്കുക. പാട്, മാട്, കാള, മൊത്തം ലോഡ്സ് ഓഫ്. ഇതെല്ലാം ഇവിടെ നിർത്തുന്നത് നമ്മുടെ പുരോഹിതൻ തന്നെ പറഞ്ഞത്. ഇടമാ മകനെ, ഒരു നാളിൽ എന്റെ വചനം കേട്ടു നീ ഇറങ്ങിയത് കൊണ്ട് എടുക്കടാ വാക്യം. ഉൽപ്പത്തി പുസ്തകം 12:1 എടുക്കണ്ട. ഞാനല്ല, അവിടെ വേറെ ആള് പ്രസംഗിക്കുമ്പോഴാണ്. എന്തായിരിക്കും പ്രസംഗിക്കുന്നത്? നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും എല്ലാറ്റിനെയും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അനുസരിച്ച അബ്രഹാം വാരിക്കൂട്ടി. നമ്മളെ ഉപദേശിയാണെങ്കിൽ ഒരു പെരിപ്പീരം കൊണ്ട് പെരിപ്പിച്ചനെ അടിപൊളി. കണ്ടാ, ഒന്നുമില്ല, ഇറങ്ങി തിരിച്ചനെ കണ്ട് വഴിക്കടാ. മൽക്കിസദേക്ക് തിരിഞ്ഞു നോക്കിയില്ലേ സൂത്രത്തെ? ഞാൻ പറഞ്ഞു, ഇതുകൊണ്ടല്ല അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. അബ്രഹാമിന്റെ അനുഗ്രഹം ഇതല്ലെന്ന്. അബ്രഹാമിന്റെ അനുഗ്രഹം സ്വർണവും വെള്ളിയും മുത്തും കാളയും ആടുമല്ല. അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടണം. എന്താ അബ്രഹാമിന്റെ അനുഗ്രഹം? ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13. കുരിശിൽ മരത്തിൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവൻ എതിരിക്കെ ക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി ആരായി ശാപമായി. എന്തിന്? അബ്രഹാമിന്റെ അനുഗ്രഹം വിശ്വാസത്താൽ ജാതികൾക്ക് വരണം. എന്തോ അബ്രഹാമിന്റെ അനുഗ്രഹം? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അബ്രഹാമിന്റെ അനുഗ്രഹം എന്നറിയോ?
ജാതികൾക്ക് വരണം. കാരണം ഓൾറെഡി ഇത് ആർക്ക് വന്നിട്ടുണ്ട് അനുഗ്രഹം? യഹൂദനുണ്ട്. യഹൂദന് പ്രോമിസാണ്. യഹൂദന് കൊടുത്ത പ്രോമിസ് എന്താണ്? ഏറ്റവും വലിയ പ്രോമിസ് എന്നറിയോ? എറ്റേണൽ ലൈഫാണ്. എറ്റേണൽ ലൈഫ്. അതുകൊണ്ടാ ജാതികൾക്ക് എന്ത് കിട്ടും? ആത്മാവെന്ന വാക്കത്ത വിഷയം. ആത്മാവ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നേ? ആത്മാവ് വരുമ്പോ എന്താ സംഭവിക്കുന്നേ? അസ്ഥി താഴ്വരെ നോക്കി പ്രവചിക്കെ, കാറ്റേ ഊതുക, ആത്മാവിന്റെ മേൽ വന്നു, അത് ജീവനുള്ള സൈന്യമായി എഴുന്നേറ്റു. ആത്മാവിന്റെ ജോലി ചത്തവനെ ഉയർപ്പിക്കുക. അബ്രഹാമിന്റെ പുത്രന്മാർക്ക് ആ വാക്തത്വം കിട്ടി. ആ വാക്തത്വം വിശ്വാസത്താൽ ആർക്ക് കിട്ടും? ജാതികൾക്ക് കിട്ടണം. ആ അനുഗ്രഹം ഏതാ? നിത്യജീവൻ. നിത്യജീവനേക്കാൾ വലിയൊരു അനുഗ്രഹമല്ല ഈ ലോകത്തിലൊരു അനുഗ്രഹം. Praise the Lord. Eternal life is the blessings of Abraham. യേശുവിന്റെ മഹത്വം. സന്തോഷം വെച്ചാ കൊച്ചു കുടിലിൽ, ചെറിയ വീട്ടിൽ ഒരു നേരത്തെ കഞ്ഞി മാത്രം കുടിച്ച് ജീവിച്ചാലും നിനക്ക് സന്തോഷം കുറയേണ്ട ആവശ്യമില്ല. കാരണം ലോകത്ത് ഒരു മനുഷ്യനും കിട്ടാത്ത, ലോകത്ത് ഒരിടത്ത് സമ്പാദിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ വിശ്വാസത്താൽ പ്രാപിച്ചത്. ഇതിലാ ദൈവസഭ തുള്ളിച്ചാടുന്നത്. പക്ഷെ നമുക്കതൊരു എക്സൈറ്റ്മെന്റ് അല്ലാതെ പോയില്ലേ? സത്യമല്ലേ മക്കളെ? എക്സൈറ്റ്മെന്റ് അല്ലാതെ പോയി. പ്രൈസ് ദി ലോർഡ്.